എല്ലാവർക്കും നമസ്കാരം. സ്വദേശി സയൻസ് മൂവ്മെന്റും സിവിലിയൻസും ചേർന്നൊരുക്കുന്ന ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിന്റെ 11ാമത് എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള, കേരള സെൽഫ് ഫിനാൻസിംഗ് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ, എനർജി കൺസർവേഷൻ സൊസൈറ്റി, സെന്റർ സി തുടങ്ങിയ പ്രമുഖ ഓർഗനൈസേഷൻസിന്റെ സഹകരണത്തോടു കൂടി എല്ലാ മാസവും സിവിലിയൻസ് നടത്തി വരാറുള്ള ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്ന ഈ പ്രോഗ്രാമിൽ സയൻസും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളാണ് ചർച്ചയാകാറുള്ളത്. നമ്മുടെ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മുടെ അറിവിന്റെ ലോകം വിശാലമാക്കാനും ഈ പരിപാടിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് അറ്റ് റോഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എന്നതാണ്. ഇന്നത്തെ ഈ സെഷനിൽ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ആദരണീയരായ നമ്മുടെ മുഖ്യ അതിഥികളെ ഇന്നത്തെ നമ്മുടെ പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നാറ്റ് പാക്കിന്റെ മുൻ ഡയറക്ടറും സിവിലിയൻസിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ഡോക്ടർ ബി ശ്രീദേവി മാം ആണ്. സിവിലിയൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി നമുക്ക് പിന്തുണയേകുന്ന ശ്രീദേവി മാമിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്ന നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് കേരള PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള എഞ്ചിനീയർ പെണ്ണമ്മ എം മാം ആണ്. മാർ അത്തനേഷ്യസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ മാം കേരളത്തിൽ പ്രൈസ് സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റും ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. IRC, IBC തുടങ്ങിയ പ്രമുഖ ഓർഗനൈസേഷൻസിന്റെ ലൈഫ് മെമ്പർ കൂടിയായ പെണ്ണമ്മ മാം 2013 ഫിലിപ്പൈൻസ് ആസ്ഥാനമായ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പ്രൊജക്ട് ആൻഡ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 2012 2015 പ്രസിദ്ധീകരിച്ച PWD മാനുവലിന്റെ റിവിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ മാമിന് അവസരം ലഭിച്ചിരുന്നു. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ മെമ്പർ കൂടിയാണ് പെണ്ണമ്മ മാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന പെണ്ണമ്മ മാമിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വിജ്ഞാൻ ഭാരതിയുടെ നാഷണൽ സെക്രട്ടറിയായ PA വിവേകാനന്ദ പൈ സർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും നമ്മുടെ ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയ എഞ്ചിനീയർ IV സുശീൽ സർ നമ്മോടൊപ്പമുണ്ട്. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സുശീൽ സാറിനെ ആദരപൂർവ്വം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായ ഡോക്ടർ നിധി MB മാമിനെയും ഈ പരിപാടിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനർജി കൺസർവേഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷനായ ഡോക്ടർ K സോമൻ സാറും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വിനയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ കൃതജ്ഞത അർപ്പിക്കുന്നത് സിവിലിയൻസിന്റെ ജനറൽ മാനേജർ രവിത് CK സാറാണ്. ഐ വെൽക്കം യു സർ ടു ദിസ് ഇവന്റ്. ഇന്നത്തെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും സിവിലിയൻസിന് വേണ്ടി നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും നല്ല നിമിഷങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി അധ്യക്ഷ ഭാഷണത്തിനായി നാറ്റ് പാക്കിന്റെ മുൻ ഡയറക്ടറും സിവിലിയൻസിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമായ ഡോക്ടർ BG ശ്രീദേവി മാമിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു എഞ്ചിനീയർ യമുന. A very good evening to all of you. Most respected Engineer Pennamma Madam, former Chief Engineer Kerala PWD, Sri Vivekananda Pai, National Secretary Vibha, Engineer IV Sushil, AXE Irrigation Department, Dr. Nidhi MB, National Executive Council Member ISTE, Dr. Soman Sir, President Energy Conservation Society, Engineers Eminent Bharati, Engineer Revit, and other team members of Civilianz, my dear engineers and participants. ആനുകാലിക സാങ്കേതിക വിഷയങ്ങളെ കുറിച്ച് എല്ലാ മാസവും ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗിനോട് അനുബന്ധിച്ച് സിവിലിയൻസ് നടത്തി വരുന്ന 11ാമത്തെ എപ്പിസോഡാണ്
നാം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ വിഷയം ടെമ്പററി ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ളതാണ് അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. എല്ലാ എപ്പിസോഡിനെയും പോലെ തന്നെ ഈ വിഷയവും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതിന് ഒരു കാരണമുണ്ട്. കേരളത്തിൽ റോഡ് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ധാരാളമായി നടന്നു വരുന്ന ഒരു സമയമാണ്. പിന്നെ ട്രാഫിക്കിനെ സംബന്ധിച്ച് നോക്കിയാലോ, കോവിഡ് സമയത്തുണ്ടായിരുന്ന ട്രാഫിക് റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും യാത്രകൾ പൂർവാധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരുണത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്, IRC കോഡ് ഉണ്ട്. ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റില് വാർണിംഗ് സൈൻസ് കൊടുക്കാനും കാര്യക്ഷമമായ ട്രാഫിക് ഡൈവേർഷൻസ് നടപ്പിലാക്കാനും ഇതൊക്കെ ചെയ്യേണ്ടത് നിർമ്മാണ ചുമതലയുള്ള എഞ്ചിനീയേഴ്സ് ആണ്. പക്ഷെ അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് ചുറ്റും കണ്ടുവരുന്നത് പലപ്പോഴും നാം ഇതിനെ മറന്നു പോകുന്നു. സേഫ്റ്റി വാർണിംഗ് സൈൻസ് കൊടുക്കാൻ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് ആക്സിഡൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ സാധാരണയായിട്ട് ഇപ്പം എല്ലാ റോഡ് പ്രോജക്ട്സും, ഉദാഹരണത്തിന് കിഫ്ബി ഫണ്ടഡ് റോഡ് പ്രോജക്ട്സ് ആയാലും റീബിൽഡ് കേരള പ്രോജക്ട്സ് ആയാലും ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ DPR ഉണ്ടാക്കി തന്നെയാണ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യുന്നത്. ആണെങ്കിൽ പോലും ഈ സേഫ്റ്റി അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ് പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇപ്പൊ ഈയിടെയായിട്ട് തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പോ ഈ തരുണത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പെണ്ണമ്മ മാമിന്റെ ഇന്നത്തെ പ്രസന്റേഷൻ ഏറ്റവും ഉചിതവും പ്രാക്ടീസിങ് എഞ്ചിനീയേഴ്സിന് ഏറ്റവും പ്രയോജനകരവുമായിരിക്കും. കാരണം ഈ മേഖലയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസന്റേഷന് വേണ്ടി സദയം സമ്മതിച്ചതിന് ഞാനും പെണ്ണമ്മ മാഡത്തോട് എൻ്റെ എല്ലാവരുടെയും സ്നേഹാദരം അറിയിക്കുകയാണ്. പിന്നെ ഞാൻ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. എഞ്ചിനീയേഴ്സിന്റെ സാങ്കേതിക മികവും അറിവും വർദ്ധിപ്പിക്കുന്നതിന് അനുസ്യൂതം പ്രവർത്തിക്കുന്ന സിവിലിയൻസ് എന്ന ഗ്രൂപ്പിന്റെ ഒരു ടീമുണ്ട്. അപ്പൊ ഈ ഒരു ടീമിനെ ഞാൻ ഈ തരുണത്തിൽ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രയോജനകരമായ ഒരു സെഷനിലേക്ക് കടക്കുന്നതിനായി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. നമ്മൾ ഏവരും കാത്തിരുന്ന ഇന്നത്തെ ടെക്നിക്കൽ ടോക്കിനുള്ള സമയമാണ് ഇനി. ടെമ്പററി ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് അറ്റ് റോഡ് കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നതിനായി ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി കേരള PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ പെണ്ണമ്മ മാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Office bearers of the civilians, I express my sincere gratitude to these office bearers of the civilians. I came to know about the practice and useful guidance given by the civilians in association with the Association of Engineers, Swadeshi Science Movement, and the Energy Conservation Society, etc., etc. It is a very good program. I feel that they are conducting webinar on the Let's Talk Engineering, very prevalent subject to the engineering professionals. They are conducting the webinar. I got this opportunity through a WhatsApp message in connection with some accident had happened during the last month in Kerala in the construction site. Then I put a comment on that message in the engineers WhatsApp group, PWD engineers WhatsApp group. That message had seen by engineer Ravindran, and immediately after seeing my message comment, he called me. This type of one webinar is conducting by this society. If you are interested, and then I express my willingness. I am ready to give the training to the practicing engineers regarding this relevant subject.
Then he told me this type of one opportunity is here. If you are ready, we can arrange. So I could get the opportunity. I express my sincere thanks to this office, bearers of the civilians and the connected societies, and also I express my sincere gratitude to the Mr. Radish and his colleagues. They are helping me and they are doing all necessary things for broadcasting this webinar. Okay, we can without wasting the time, we can directly come to the presentation. Today's subject: traffic management and what are the safety measures we have to engineers, the practicing engineers have to observe at the construction site. It's a very relevant subject. Whatever I am telling in this moment, that is only based on the IRC guidelines. There is a published IRC guidelines in India. IRC is Indian Road Congress. IRC given the guidelines. We have to observe simply that guidelines at the site. All things are clearly explained in that guideline. I am introducing that guideline to the practicing engineers for your knowledge. Okay. Next. Before going to the this detailed discussion at the construction site, we have to consider what are the facts in India. You look at the one when India, in terms of motor vehicle ownership, 125th, that is 15 vehicles per 1,000 people. That is the intensity of traffic in India. But largest road network also we have. That is the good sign. We have the largest road network. In Kerala also we have the good road network. Even at the villages and the panchayat, we have the road network. But 0.1% of the world motor vehicle population is the 0.1%. Road fatality, 10% of the total road fatality is happening at India. That is one jumbo jet every minute, every day, one jumbo jet accident is going on 146 per year. That is 2015. Now it is increased up to 30%. Next. Road safety scenario, that is 2015 the calculations, 1,46,000 deaths every year we are having here. That in 2000, during 2010, India, the IRC and the top officials think about the safety of the whole road, not only at the construction site, the road network. We have to do the safety audit in all road and find out what are the remedial measures we have to observe during construction and during the trafficable time. What are the safety precautions we have to take to reduce our road accidents? What are the elements of the road? We have to think about the safety of the what are the elements we have to think? Road safety is an inter or multiple disciplinary activity, that is coordination, integration. What are the challenges we have to face while considering this safety? One is engineering, second one is enforcement, the third one is education, emergency. That 4 E's. One more E is also there. E is the environment. Environment, whatever be the precautionary measures we have observed already, but that to be according to the environment. If environment is not supporting our already facilities, all things will get spoiled. Now, for implementing these 4 alphabets, we have to either A, B, C, D. That is aptitude, behavior, culture, and discipline. Attitude is all these are attitude, behavior, and culture. We don't have a driving culture, clear driving culture here. We have the rules, but we are not observing that rules. That is, road users in Kerala are not observing the rules. That is our culture.
culture. We have to change our culture. That is, we don't have the necessary space for developing the road width according to our intensity of traffic. But we have to compensate the road width. But we have to observe the safety. We have to observe the safety without doing any considerable geometrical improvement. That is depends on our how we are how is our attitude and behavior and discipline. Discipline, Malayalis are not at all disciplined for these things. Okay, next. Main objective of safety, we have to move with the safety, but mobility with the safety and the safety with the mobility. Both cases we have to, this is a complementary. Traffic management is the important thing. That is, highway engineers how to only the knowledgeable, experienced professionals can do the traffic management. That we have to apply our knowledge and we have to apply our skills according to the various conditions in the construction site. Construction site, various conditions are coming day by day, minute by minute, hour by hour. The construction site is changing. According to that change, we have to do the management. That we have to apply our skill, engineers. That the persons who are dealing the traffic management at the construction site should have a experienced and the knowledgeable person about what to do, how to do, when to do, where to do. Next. The community who are using this, or who are the road users? Road users, not only the drivers, the passengers, including the disability and the older persons and the child and the bicycles, non-motorable vehicles, that they are the most vulnerable road users. Pedestrians, all these are the road users. The road users expected to provide efficient traffic management, a high level of safety. Moreover, the road and the whole atmosphere should be withstand in all weather conditions. That is the basic things we have to observe. That is the major problem we are observing here. At the rainy season, the road will get spoiled. Why? How we observe and how we construct a road having a long durability. That is the main thing. The safety includes in the geometrical deficiencies, inconsistent pavement marking, missing or wrong road signs, traffic signals are not operational, inadequate attention to the vulnerable road users. That is, these things, the accident may come due to all these things. So engineers should have to observe all these things while preparing a traffic management plan. Traffic management aspects. This is IRC 55, latest edition is 2014. This is a guideline how to we have to observe the traffic management and how to manage the construction site during the construction in the road work. Not only in the road work only, this IRC is specifying these things. I am discussing all these things. What are the objectives of these guidelines? To ensure safety of all those should be affected by the work zone. Work zone means where the work is conducting, that is the work zone. The safety, how to ensure the safety of all road users. To ensure safety needs of regular traffic in the construction zone, there is regular traffic and as well as the construction traffic. Not only the construction traffic, construction materials are there, construction workers are there. We have to ensure the safety of living and the running vehicle and the construction vehicle and workers.
minimum, what is the minimum destruction to the axis between the movement of pedestrians. That is the whether we are doing or due to the road work, we may be distract the passengers movement due to the widening or the intersections. Intersections means a joining of two roads. Intersection may be disturbed, but during construction we have to give certain pathway, certain dedicated temporary pathway for the movement of the pedestrians to achieve their access. Okay, next. The Watson traffic plan. This is the main guideline issued by the IRC. We have to prepare a traffic management plan in advance according to our various construction works. Maybe the widening work, maybe the cross drainage, that is maybe culvert, or maybe the bridge work, whatever be the construction activities we are doing, we have to prepare the work traffic management plan in advance, and that work traffic management plan should be got approved by that plan should be prepared by the contractor. But in the case of PWD normal work, the contractor doesn't have that much role. If the engineering procurement contract, the contractor have that role also. The design, all things are depend on vested with the contractor. In that case, the contractor should have to prepare the traffic management plan and got it approved by the engineer who is supervising this work, that is consultant. Consultant have to approve the advanced traffic management plan, and this traffic management, the consultant's role is the observe the approved traffic management plan, whether it is implemented at site during the, even the approved management plan is there, but each and every activities the contractor have to prepare the traffic management plan according to the site conditions. For what? To ensure safety of workers at the work zone, to keep close up the road to a minimum, that is without waiting more time by the vehicles, minimum disturbance to be given to the running traffic, disturbed as little as possible. That is the main objective of the our management. Next, what are the features we have to observe? Provision for effective continuity accessible circulation path for pedestrians should be incorporated. What are the features we have to observe while preparing the traffic management plan? That is, the pedestrians movement also we have to observe how we can give the safety pathway to the pedestrians for the disturbed site. Access to it, if we are disturbing a temporary bus stop or any other waiting area, we have to give a dedicated line to access that area. In the case of intersections, also we have to consider the pathway to the intersecting road for this work zone. Required appropriate warning, delineation, and channelization should be provided to assist and guide the road users in advance and through the work zone by using proper permanent marking, signing, or other devices that are effective under varying conditions. That is, we have to observe varying conditions. The condition may be varied at a different time. At the morning, whenever, for example, we are doing a culvert work by half cutting. First day we are excavating half portion only. Maybe at the end of that day excavation may be completed. Then we have to give the advance warning
That the other slides, following slides are clearly explaining this. But we have to give the advance warning. This type of hazards is coming. The driver should be advised to reduce their speed and to take a minimum speed. That kind of signs, that is the guiding, necessary guidance to the drivers, that kind of signs to be provided in advance, whether, where, how this advanced signings are coming in the coming slide. Next. Traffic control devices. This is the important. Traffic control devices inconsistent with the intended travel path. അതായത് ആവശ്യമില്ലാത്ത ഒറ്റ ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് അവിടെ വെക്കാൻ പാടില്ല. ടു ബി റിമൂവ്ഡ് ഇമ്മീഡിയറ്റ്ലി. ചില സ്ഥലത്ത് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്തു, അപ്പോ നമ്മൾ ഡൈവേർഷൻ ടു ബി ഓൺ ദ റൈറ്റ് സൈഡ് ബോർഡ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു കട്ട് അറ്റ് ദ റൈറ്റ് സൈഡ്, ഡൈവേർഷൻ ടു ബി ലെഫ്റ്റ് സൈഡ്. ബട്ട് sometimes the concerned people may not remove that diversion on the right side. This is the important. While we are leaving from the construction site during evening, what is the next day we are going to, what are the activities we are going to do in the next day? Any inconsistent board or signs or any traffic control devices are there, to be removed or other device to be covered with the any material. That is also to be observed. When flagging procedure for controlling the traffic, in sometimes some area we are adopting the flagging, but very interesting things, we are giving two types of flagging are there. Flags are there, green and red. Green is for allow and red is stop. But these persons not at all trained. In every site we are observing this phenomena. The flagging persons are not at all trained. They are not aware how to use the flag. Then when we are giving a stop signals, the person may expose the red flag, but on the other hand the green flag, maybe he is doing some things like this, that the observers, the drivers are seeing both the flag. What is the message, actual message? The wrong messages are giving to the drivers. That kind of procedure and practices to be avoided, and necessary training to be given to the flagmen. This I already explained. The knowledgeable and trained and experienced professionals should be designed this traffic control, traffic management, and the devices. What are the type of devices to be used? What are the signs are to be used? To be these persons to be experienced man and a knowledgeable persons. Okay. Watson should be carefully monitored under varying conditions. This already I explained. The conditions may be vary. Different type of works we are doing. The drain work, widening work, even it is the tree cutting and utility removing work, electrical post and poles are removing, any kind of work. The varying conditions are conditions arranged according to the conditions. The traffic arrangements should be varied. Coordination should be made between adjacent, the അടുത്തടുത്ത് വേറെ വർക്ക് ഉണ്ടെങ്കിൽ whether the work is continuing in a same road by the different contractors, adjacent contractors and adjacent workers should be discussed. What are the without while preparing the traffic management and implementing the traffic management in the adjacent zone. When warranted, any fatality, any accident or incident what had happened at the site, we have to observe. If warranted, an engineering study should be made in coordination with the enforcement officials and reported with the records. If any crash or any accident or incident, do you know what is the difference between accident and incident? We can discuss. I give the explanation during the discussion time.
What is the difference between the accident and incident? With the data, accident or incident or any crashes, anything had happened, we have to observe it in detail, and the detailed investigation to be made with the help of this enforcement people, and engineering study is needed. Any changes to be arranged in the traffic plan or any signals, we have to do that one as part of work traffic management, that is WTMB, contracted to keep and maintain train facilities to tow away any disabled vehicle promptly from the work area. That is also these are the one of these are in our in the case in the PWD normal work, it may not be there in the contract. That first of all we have to give this the provisions in the contract agreement. The contract agreement we have to do. Now we are doing and adopting the specifications of more specifications in all road work. It is there in the data. It is there that conditions also to be incorporated in the major work. We are following the FEDI conditions and the conditions of the financing authority. These conditions are there. Also we have to put the IRC guidelines. What are the IRC book we are following for design? All things are to be incorporated in our agreement condition. The works on traffic management is followed by the IRC SP 55 2014 to be written in our agreement. Then the contractor know how to do and must do all these things. Okay, next. Working in the work site, not only the running traffic, work equipment, workers, private vehicle, materials and debris should be stored in such a manner to reduce the probability being impacted by run of the road vehicle. അത് ആ ഒരു രീതിയിൽ വേണം safety to observe safety in all respect while we are storing a debris at least time debris to be stored in the workplace at the minimum time only. We have to remove that debris from the site. Maintain crane facility, that tow away that is the contractor's responsibility. We have to insist the contractor, if we can insist the contractor when we are provided that provision in our agreement. That is at the time of preparing the agreement, we have to think about the safety during construction. Okay, next. This is the legal aspect. What is the motor? This is in continuation of actions taken by our local police against our engineers. That message was I read in our WhatsApp and the newspapers. In continuation of this talk was also come into effect. Motor Vehicle Act, it is clearly mentioned about the legal backing of the traffic signs and other things, operation of roads. So the local police is taking action against the engineers. What is the role and the responsibility engineers? That is coming, I will explain detailed. Most of the construction and the maintenance activities, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ എഗ്രിമെന്റ് കണ്ടീഷൻസ്, ആ എഗ്രിമെന്റ് കണ്ടീഷൻസ് ടു ബി ഇൻക്ലൂഡഡ് ദീസ് പ്രൊവിഷൻസ്, then we can take the action against the each and every responsible persons. What is the role of contractor? What is the role of consultant? What is the role of supervising engineer? What is the role of agencies? All things are authority. And the road users, public also have some responsibility. The local police also have the responsibility, enforcement. Then yesterday I come to see a WhatsApp video, that is when after the accident had happened at Mulakuda in NC Road, the PWD KSTP officials and the enforcement police are together inspecting the site. That video I see. But the KSTP engineers know
this road comes under the safety corridor. Safety corridor, that road is developed with the World Bank by avoiding accident. But unfortunately, accident is happening there after doing all this possible work. But what is the reason? The engineer should reply to the police. But the police is not acting properly. The enforcement is not happening there. That is all the possible things. The geometrical standard, as per the existing traffic intensity, we are not able to provide the standards. We are, because the restriction in our land. This project in the KSTP even now is doing with this project was aimed during 1995. That is the traffic, even the 15 years traffic is taking into consideration while designing a road. That is also passed. That is after so many years, the intensity of traffic is increasing day by day. That kind of standardization is not done in our road. The geometrical standard, the minimum land width restriction in our land width, we are not able to provide the minimum geometrical standards. But we are doing what? For observing or maintaining or ensuring the safety, we are doing the traffic calming measures. All possible traffic calming measures, all the road signs and road marking as per IRC guidelines are did at that portion in the MC road, in the safe corridor. But the road users are not disciplined and not having the culture to obey this. Who is the authority to observe this? Police is the authority. They have to enforce. Enforcement is with the dealt with the police. But engineers have to report to the police. The reason for happening the accident is due to the non-enforcement. Nothing is, I seen in that video, the police advised to give the ballards, temporary posters that will dismantled or that will destroyed or that will collapse even with 1 minute, within 1 minute. That is a type of traffic we are observing this road. That all the responsible person have to take their responsibility, ensure the traffic of the road users, all road users. Okay, next. Temporary traffic control zone. Traffic control zone, that is work zone, is an area of highway where road user operating conditions are changed. നമ്മളിപ്പോ ഒരു റോഡിലേക്ക് വരുന്നു, MC road. That is, the work is now going on at the Adur and Changanur portion. Up to Adur, there is no work, no problem. The work zone, that is operating condition is changing. അതാണ് വർക്ക് സോൺ എന്ന് പറയുന്നത്. റോഡ് യൂസേഴ്സിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒബ്സ്ട്രക്ഷൻസ് ആർ കമ്മിങ് ടു ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് വർക്ക്. മൂവ്മെന്റ് ഓഫ് വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ ഇക്വിപ്മെന്റ് വരുന്നുണ്ട്, റെഗുലർ ട്രാഫിക് ആൻഡ് വർക്ക് ട്രാഫിക് വരുന്നുണ്ട്. വർക്ക് സോൺ ടു ബി typically distinguished by the presence of signs, channelizing devices, barriers, permanent marking, or other road vehicles. All type of devices, what are the traffic calming devices we are using? All possible signs and devices to be used to distinguish the work zone. That is the responsibility of the engineers who are doing this, supervising this work. Okay. Elements of temporary traffic control zone. These are advanced warning zone, approach transition zone, activities on this work zone is divided into these. Advanced warning zone means next.
Advance warning zone. In this pitch, it is picturized. This we can clearly see first arrow segment, that is advance warning zone. Advance warning zone, then it is a transition zone. That is the zone to be, we will explain in the next slide. Next slide. Advance warning zone is the area who want the road user of the approaching hazard. We are giving a message to the road user, even it is a pedestrian or the vehicle or the drivers. The one hazard is coming, one hazard is ahead for the road construction, due to the road construction. Then what are the boards we have to put? Men at work board, and what are the hazard, whether it is road work, whether it is culvert work, whether it is drain work, whether it is tree cutting, whether it is electricity pole is removing, that type of message board also to be provided. How much distance the hazard is coming, എക്സ്റ്റെൻഡ് എത്ര നാളത്തേക്കുണ്ടാവും, എത്ര റെസ്ട്രിക്ഷൻ, എത്ര ലെങ്തിലേക്കാണ് ഇതുള്ളത്. ഈ ടൈപ്പ് ഓഫ് ബോർഡ് ഇൻ അഡ്വാൻസ് വി ഹാവ് ടു പ്രൊവൈഡ്. These advance warnings, all these advance warnings on transition zone, construction zone, then end of the transition zone, then end of the work zone, all these length are varying upon the speed of the road, designed speed of the road, existing road, and the speed that all the drivers should move the vehicle with the allowable speed. No, none of the drivers in our Kerala is following this rule. In MC road, the designed traffic speed is 80 kilometers. All the vehicles are coming more than with the 80 kilometers. Then the accident will come. We don't have any responsibility. That is responsibility rested with. If we are provided this advanced signboard according to the rule and guideline, the type of hazard, advanced warning zones are where the reduction in speed. Advanced warning zone venam, when the vehicle is coming with an 80 kilometer, what is the speed limit we are providing? What is the type of hazard? That is whether the road lane width is reducing, any type of hazard. What is the limit we are providing? That board to be provided are in advance. Depends on the speed of the vehicle. Subsequent board also to be provided, that are given in the table 4.1 of the IRC SP 55. That is for given can shown in the coming slide. Next. The approach transition zone. Approach transition zone is the zone where the driver have to reduce the normal speed from the reduced speed. That is our transition zone. That is depends on the how much width we are obstructing, width of the road we are obstructing. How much width of the road we are obstructing for the movement of the vehicle. That depends on that width is the, and according to that width, this transition length to be designed. Transition zone is that section of highway where the road users are redirected from their normal path to the allowed traffic. That channelizing devices should be given. Activity zone means where we are doing the activity. That is the activity zone. The workspace is that portion of the highway closed for the road users. At any cost, the running traffic is not allowed to the workspace to be bifurcated with necessary barricades, necessary channelizing devices, and in night necessary light provisions to be provided. At any cost, the workspace is to be excluded from the running traffic. Next. Traffic space, that is the allowed space for the running traffic. That is a traffic space. Buffer space means
When we, for example, we are cutting a road in halfway for widening or for doing the culvert, that is end of the edge, cutting edge. And the devices, traffic control devices we are providing, that is width. During rainy season, it may collapse, side may collapse. That the minimum area to be provided for the safety, considering the safety. At the end of this cutting, the vehicles may not allowed to move. Some space to be safer space to be provided from the cutting edge. That is the buffer space. That is lateral buffer space is there, longitudinal buffer space is there. This buffer space can be used for storing the debris and the construction materials and the construction equipment. That also to be considered. We are designing the buffer space. Next. Terminal transition zone. In terminal transition zone, the drivers can take the speed from the restricted and to the allowed speed. The rate of tapering length, all these length, advance warning length, tapering length, work zone length, all these length and the width are given according to the speed of the vehicles. The end of the, we have to provide the necessary board for this portion. The work is end. The driver can move with the allowable speed using the full width of the road carriageway. That kind of board also to be provided. The engineers have to ensure all these boards, advance, warning, and channelizing, and the end of the work zone. That kind of board also to be provided to give the advice and the guidance to the drivers and the passengers. Next. This is the table 4.1. If you don't see clearly, you may go through the guideline and see the table 4.1. That is left column, it is the speed is given. According to the speed, advance warning length. If the warning length, the only one, not only the starting point, the subsequent board to be provided, that is length of subsequent board also provided in the third column according to the speed 40, 50, 60, 80. That up to the hazard point, work zone vacuum, this board to be continued. That is the length. We have to follow this length while doing the traffic management in the construction site. Okay, next. Traffic, how we can observe, we can ensure the traffic control and the traffic management at the construction site. That is a traffic control devices. Type of devices. Entaka type devices we are using. Traffic control devices include signs, signals, flashes, delineators, marking, barriers, and other devices used to regulate, warn, and guide the road users, and normally placed on, over, or adjacent to a street, highway, pedestrian facility, or cycle track by the engineer responsible for managing the traffic operation efficiently and safely in the work zone. That is the most important point. Efficiently and safely, without giving any disturbance or minimum disturbance, without doing any crash or minimum crash. These devices to be designed and operated and maintained at the site. All the traffic control devices used on street and highway construction or maintenance, strictly laying or repair shall be conform to the applicable provisions of these guidelines. ഇതൊക്കെ നമ്മൾ കാണുന്നത് for example I may give. Most usually in our site, drums, the empty tar drums we are using.
empty drums, daytime it is okay, but night time they don't have the reflection. Then contractors are സുന്ദരിക്ക് പൊട്ട് കുത്തുന്ന മാതിരി ഒരു ചെറിയ ഇത് കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ചു വെക്കും. അത് പിറ്റേ ദിവസം അത് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ഫേസ്ഡ്, ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും, ഇവരുടെ കറക്കി ആയിരിക്കും വെക്കുന്നുണ്ട്. അപ്പൊ പിറ്റേ ദിവസം വെക്കുമ്പോൾ ഒരു ലേബർ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഈ ട്രാഫിക്കിന് ഫേസ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കില്ല ഈ സ്റ്റിക്കർ, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. അപ്പൊ ആ നൈറ്റിൽ ഇത് റിഫ്ലക്ട് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ സിംപിളി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് തട്ടിയിട്ടിട്ട് വണ്ടികൾ ചിലപ്പോൾ കുഴിയിൽ വീഴും. അപ്പൊ ടു അവോയ്ഡ് ദിസ് ഈസ് ഒരു കോമൺ എക്സാമ്പിൾ ഐ ആം സേയിങ്. അപ്പൊ എഞ്ചിനീയർ ഷുഡ് ഹാവ് ടു ഗിവ് ദ ഇൻസ്ട്രക്ഷൻസ് ടു ദി കോൺട്രാക്ടർ the reflectivity to be in the all circumferential area of the drum. Then at any cost the drivers will get the advice. There is a hazard, we have to do, or we have to go slow. All the signboards should be followed, the standards of the reflectivity. That is coming in the next slide. Next, type of devices. Traffic control devices are classified into that. I explained already. Road signs, channelizing devices, lighting devices, and variable messages. നമുക്കിങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈപ്പ്, അത് നമ്മളുടെ സാധാരണ വർക്കിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ മേജർ ഹൈവേ വർക്കാണ്, ഇത് ലോങ് ഡ്യൂറേഷനിൽ തീരുന്ന ഒരു വർക്കാണെങ്കിൽ വേരിയബിൾ മെസ്സേജ് സൈൻസ് വി ക്യാൻ യൂസ്. എന്നാൽ എന്താണ് ടൈപ്പ് അവിടെ വർക്ക് നടക്കുന്നത്? ചിലപ്പോൾ നൈറ്റ് ടൈമിൽ വർക്ക് നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഇന്ന വർക്ക് നടക്കുന്നുണ്ട്, അത് ഇന്ന ഇതാണ്, അത് ഇന്ന ലൈൻ, ഇത്ര മീറ്റർ ലൈൻ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇത് വൺ വേ ട്രാഫിക് ആണ്, ടു വേ ട്രാഫിക് ആണ്, അലവബിൾ. വാട്ട് ടൈപ്പ് ഓഫ് മെസ്സേജ് വി ആർ ഗിവിംഗ്, ദാറ്റ് വി ക്യാൻ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ ലൈറ്റിംഗ് ഡിവൈസസ് രാത്രിയിൽ ഉപയോഗിക്കാം. ദീസ് ആർ ദി ടൈപ്പ് ഓഫ് ട്രാഫിക് കൺട്രോൾ ഡിവൈസസ് വി ആർ യൂസിങ് അറ്റ് ദി കൺസ്ട്രക്ഷൻ സോൺ. ഇനി റോഡ് സയൻസ്. റോഡ് സയൻസ് എന്ന് പറയുന്ന മാൻഡേറ്ററി, റെഗുലർ ആൻഡ് മാൻഡേറ്ററി റോഡ് സയൻസ്, വാർണിംഗ് സൈൻ ആൻഡ് ഇൻഫർമേറ്ററി സൈൻ. ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാർണിംഗ് സൈൻസ്. അതായത് നോർമൽ ആൻഡ് മാൻഡേറ്ററി, ദിസ് ടൈപ്പ് ഓഫ് സയൻസ് മാൻഡേറ്ററി വെച്ചില്ലെങ്കിൽ നമ്മുടെ പേരിൽ ആക്ഷൻ എടുക്കാം പോലീസിന്. വാർണിംഗ് സൈൻ, then warning sign should have to provide at the construction site. Informatory sign, അത് ഇൻഫർമേഷൻ, വാട്ട് ആർ ദി ഹസാർഡ്സ് ഇൻ ദ സൈറ്റ്, ദാറ്റ് ഈസ് എ ഇൻഫർമേറ്ററി സൈൻസ്. ഈ വാർണിംഗ് സൈൻസും തന്നെ നോർമൽ വാർണിംഗ് സൈൻസ് ഉണ്ട്, NW, ദെൻ വർക്ക് ഓൺ വാർണിംഗ് സൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ നോർമൽ റെഗുലേറ്ററി വാർണിംഗ് സൈനും ഉണ്ട്, വർക്ക് ഓൺ വാർണിംഗ് സൈനും ഉണ്ട്. ഇതിനെല്ലാം ചെറിയ ചെറിയ നൊട്ടേഷൻസ് ഉണ്ട്. നോർമൽ മാൻഡേറ്ററി റെഗുലർ ആണെങ്കിൽ NR എന്നുണ്ട്, വർക്ക് ഓൺ ആണെങ്കിൽ WR. അത് നെക്സ്റ്റ് സ്ലൈഡിൽ വരുന്നുണ്ട്. ദീസ് ആർ ദി ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആണ് ഈ വാർണിംഗ് സൈൻസിന്റെ. അതായത് ഇത് കാറ്റഗറി തിരിച്ചത് നോർമൽ റെഗുലേറ്ററി ആണ് NR. ഇതിന് ഡിഫറെന്റ് ടൈപ്പിന് NR1, NR2, NR3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഉണ്ട്. ഓരോ ഇതിനും ഡിസൈനിന്റെ, അതായത് വാട്ട് ഈസ് ദ ഷേപ്പ്, what is the size, what is the width of this outline, what is the color, all things are internationally approved ആണ്. അത് സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് സാധനം നമ്മൾ യൂസ് ചെയ്യണം. നോർമൽ റെഗുലേറ്ററി സയൻസ് ആണെങ്കിൽ സർക്കിൾ ഇതായിരിക്കും. അതുപോലെ തന്നെ കളറ് സർക്കുലർ ഷേപ്പ് ആണ്, കളറ്. ഇത് IRC SP 67 2012 ആണ് ഇപ്പൊ റീസെന്റ്. ഈ നോർമൽ റെഗുലേറ്ററി സയൻസ് വി ഹാവ് ടു ഫോളോ IRC SP 67. അതുപോലെ വാർണിംഗ് ആണെങ്കിൽ വി ഹാവ് ടു ഫോളോ IRC ദിസ് 55. അത് റെഡ് കളർ ആണ്, റെക്ടാങ്കുലർ ആണ്, ഫോളോഡ് ബൈ എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ബോർഡർ ലൈൻ ഉണ്ട്. ഈ സയൻസിന്റെ ഇതിൽ എഴുതുന്ന ലെറ്റേഴ്സിന്റെ സൈസ് വരെ സ്പെസിഫൈഡ് ഇൻ IRC ഗൈഡ് ലൈൻ. വാർണിംഗ് സോൺസ് നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അത് വാർണിംഗ് സോണ്, ഒന്ന് ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ട്, അത് നോർമൽ വാർണിംഗ് സോണ്. വർക്ക് ഓൺ വാർണിംഗ് ആണ് നോട്ട് ദ ട്രയാങ്കുലർ, റെക്ടാങ്കുലർ ആണ്, അത് യെല്ലോ ആണ് അതിന്റെ കളറ്,
ബ്ലാക്ക് ആണ് ലെറ്റേഴ്സിന്റെ കളർ. ഇങ്ങനെ ഓൾ തിങ്സ് ആർ സ്പെസിഫൈഡ് ഇൻ ദിസ് ബുക്ക്. വി ഹാവ് ടു റീഡ് ആൻഡ് ഫോളോ ദിസ് ബുക്ക്. നെക്സ്റ്റ്. ഇതൊക്കെ ലെറ്റർ സൈസ്, ഡിസൈൻ ഓഫ് സയൻസ്, ലെറ്റർ സൈസ് എങ്ങനെ, ദാറ്റ് ഈസ് ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഡ്. ലെറ്റർ സൈസ് എല്ലാം സ്പെസിഫൈ ചെയ്ത്, അപ്പർ കേസ് ലോവർ കേസ് എല്ലാം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇംഗ്ലീഷും അതനുസരിച്ചിട്ട് നമുക്ക് മലയാളം എഴുതുമ്പോഴത്തേക്ക് മലയാളത്തിൻ്റെതും നമുക്ക് ഈ ഒരു ഹൈറ്റ് അനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ്. സൈസ് ഓഫ് സർക്കുലർ, ഇതും സ്പീഡ് അനുസരിച്ചിട്ടാണ്. നമ്മുടെ നോർമലി 600 ആണ് മിനിമം സ്പീഡ്. അത് 60 to 80 കിലോമീറ്റർ സ്പീഡ് ആണെങ്കിൽ ആ സർക്കുലറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 750 ആണ്. അതിലും കൂടുതലാണെങ്കിൽ വരുന്നത് 900 ആണ്. 100 എബോവ് ആണ് സ്പീഡ് എങ്കിലുണ്ടെങ്കിൽ 1200 mm ആണ്. ഇതിന്റെ എല്ലാം ഈ ബുക്കിലുണ്ട്. ഈ നോർമൽ ഈ ഗൈഡ് ലൈൻ നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ആസ് പെർ ഗൈഡ് ലൈൻ ഉള്ള സ്പെസിഫിക്കേഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ the police can take action against engineers. Okay. ഇത് നോർമൽ റെഗുലേറ്ററി സയൻസിന്റെ ആപ്ലിക്കേഷൻ വെയർ വി ആർ യൂസിങ് എന്നുള്ളതാണ്. ഇത് 2 സയൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ടോട്ടൽ എത്ര സയൻസ് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് വർക്ക് സോൺ റെഗുലേറ്ററി സയൻസ് ആണ്. വർക്ക് സോണിൽ വെക്കേണ്ട റെഗുലേറ്ററി സയൻസ് ആണിത്. നെക്സ്റ്റ്. ഇതാണ് ഈ ടേബിളില് ഹൗ മച്ച് നോർമൽ സയൻസ് ആർ കമ്മിങ്, ഹൗ മച്ച് വർക്ക് സോൺ സയൻസ് ആർ കമ്മിങ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് സോണിന്റെ WR1 അല്ലെ 7 എന്ന് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഫുള്ള് കിട്ടും. ഈ ബുക്കിലെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. നോർമൽ വാർണിംഗ് സൈൻ, അതിനാണ് ഈ there are എത്ര 33 നമ്പേഴ്സ് ഓഫ് നോർമൽ വാർണിംഗ് സൈൻ ഉണ്ട്. എല്ലാത്തിൻ്റെതും ഈ ഇതിനനുസരിച്ച് ഈ സ്പീഡിനനുസരിച്ചിട്ട് സ്പെസിഫിക്കേഷൻസ് എല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്. ഇത് ആ നോർമൽ വാർണിംഗ് സൈനിന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ്. ഇത് 4 എണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ, പക്ഷെ ആ 33 നമ്പേഴ്സും ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്ക്. നെക്സ്റ്റ്. വേണ്ട എടുക്കണ്ട, ഓഫ് ചെയ്തിട്ട്. ഇനി വർക്ക് സോൺ വാർണിംഗ് സൈൻ. വർക്ക് സോൺ വാർണിംഗ് സൈൻ ഇൻഡിക്കേറ്റ് ദ റോഡ് വർക്ക്സ് പ്രോഗ്രസ് ahead and sign is installed in the advance warning area. അതാണ് പറഞ്ഞത്. എവിടെ വാട്ട് ടൈപ്പ് ഓഫ് ഹസാർഡ്, കൾവാട്ട് വർക്ക് ആണ് നടക്കുന്ന, റോഡ് വർക്ക് വൈഡനിങ് ആണ് നടക്കുന്നെങ്കിൽ ആ ഹസാർഡ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ഫ്രം ദിസ്, ഫസ്റ്റ് ബോർഡിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഹസാർഡ് ഉള്ളത്, ആ ഒരു മെസ്സേജ് ടു ബി ഗിവൺ, ദാറ്റ് ഈസ് ദി വാർണിംഗ് സൈൻ. അത് ഏത് സ്പെസിഫിക്കേഷൻ വേണം, എങ്ങനെ വേണം എന്നെല്ലാം ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു ഫോളോ ദിസ് ബുക്ക്. നെക്സ്റ്റ്. ഇതാണ് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം സ്പെസിഫിക്കേഷൻസ് ഉള്ള ടേബിൾ ആണ്. നോട്ട് ഗിവിംഗ് ടൈം ഫോർ എക്സ്പ്ലെയിനിങ് ദിസ്, യു മേ ഫോളോ ദിസ്. യു നെക്സ്റ്റ്. ദ വർക്ക്സ് ഓൺ ഇൻഫർമേറ്ററി സയൻസ്. ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, വർക്ക്സ് ഓൺ ഇൻഫർമേറ്ററി. ഇതിനെല്ലാത്തിനും ഇൻഫർമേറ്ററി സയൻസ് 15 നമ്പർ ഉണ്ട്. WZ എന്നാണ് അതിന്റെ നൊട്ടേഷൻ പറയുന്നത്. Z1, Z2, Z3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. വേരിയിങ് കണ്ടീഷൻസില്, വർക്ക്സിന്റെ വേരിയിങ് കണ്ടീഷൻസില് ഏത് ടൈപ്പ് ഓഫ് ബോർഡാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയ വേണം. നമ്മൾക്ക് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറ്റിയിട്ട് നോളജബിൾ ആയിരിക്കണം. ഈ ബുക്ക് ഒന്ന് റീഡ് ചെയ്യണം. ഏത് സ്ഥലത്ത് ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ഓരോ സയൻസ് എവിടെയാണെന്നുള്ള എക്സാമ്പിൾസ് അടക്കം ബുക്കിൽ പറയുന്നുണ്ട്. യു മസ്റ്റ് റീഡ് ദിസ് ബുക്ക് ആൻഡ് നോ വാട്ട് ടൈപ്പ് ഓഫ് ബോർഡ് വി ഹാവ് ടു പുട്ട് അറ്റ് ദിസ് സോൺ, വർക്ക് സോൺ. ഓക്കെ, നെക്സ്റ്റ്. വർക്ക് സോൺ ഇൻഫർമേറ്ററി. ഇതൊക്കെ നെക്സ്റ്റ്. ഇതൊക്കെ these are the examples only for showing the the examples are given, only few examples. This is the table for works on the lectures inde എല്ലാം കൊടുത്തിട്ടുള്ള ടേബിൾ ആണിത്. ഇതാണ് റിട്രോ റിഫ്ലക്ടിവിറ്റി ഷീറ്റിംഗ് ഫോർ റോഡ് സയൻസ്.
ഇത് ഈ സ്പെസിഫിക്കേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ക്ലാസ് ബി ഷീറ്റിംഗ്, ഹൈ ഇന്റൻസിറ്റി പ്രിസ്മാറ്റിക് ഗ്രേഡ് ഷീറ്റിംഗ് ആസ് പെർ ASTMT 1956-09. Type 3 and 4 is given in IRC SP 67. അതാണ് ഈ IRC ഗൈഡ്ലൈൻസിൽ എവറിത്തിങ് ഈസ് എക്സ്പ്ലെയിൻഡ്. ദിസ് ക്വാളിറ്റി, ഹൗ വി ഹാവ് ടു ചെക്ക് ദ ക്വാളിറ്റി ഓഫ് റിഫ്ലക്ടിവിറ്റി ഓഫ് ദ ഷീറ്റിംഗ് ഓൾസോ ഗിവൺ. ആ റിഫ്ലക്ടിവിറ്റി ഉള്ളത് മാത്രമേ വി ഹാവ് ടു അലൗ. ഇപ്പൊ ഈ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നത് കാണുന്നുണ്ട് സൈറ്റില്. ഈ ഫ്ലെക്സ് നമ്മൾക്ക് എന്നിട്ട് ഫ്ലെക്സിന്റെ അടിയിൽ രാത്രി കാണാൻ വേണ്ടി അതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ലൈറ്റ് ഇട്ട് വെക്കും. ഇതൊന്നും ഒരു നമ്മൾ പെട്ടെന്ന് വരുന്ന സ്പീഡിൽ വരുന്ന ഒരു വണ്ടിക്ക് അകലേന്ന് കാണാൻ പറ്റത്തില്ല, അടുത്ത് വന്നിരുന്ന ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഈ നല്ല സ്പീഡിൽ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ആൾക്ക് അതിന് 80 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ആൾക്കും ഒരേ പോയിന്റിൽ ഒരേ റിഫ്ലക്ടിവിറ്റിയിൽ വെച്ചാൽ മേ നോട്ട് ബി വിസിബിൾ. അപ്പൊ ആ സ്പീഡിനനുസരിച്ചിട്ട് ഡിസ്റ്റൻസിന്റെ ഇൻ അഡ്വാൻസ് ഡിസ്റ്റൻസിൽ ദേ ഹാവ് ടു നോ what type of hazard is there, where is the hazard. Appa reflectivity is must, we have to check the reflectivity. This is the specifications we have to check. Now next, ini channelizing devices എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ അഡ്വാൻസ് വാർണിംഗ് സോണിൽ വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് സ്പേസിലേക്ക് പോകുന്ന ടേപ്പറിംഗ് ലെങ്ത്, ആ ഒരു ലെങ്തിനെ നമ്മൾ ചാനലൈസ് ചെയ്ത് കൊടുക്കണം. അതായത് 2-വേ ട്രാഫിക് വരുന്നുണ്ട്, 1-വേ ട്രാഫിക് അവിടെ അലോബിൾ ഉള്ളൂ വർക്ക് സോണിൽ. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ട്രാഫിക് ഓൾസോ ടു ബി ഡൈവേർട്ടഡ് ടു ദ റൈറ്റ് സൈഡ്. അങ്ങനെ നമ്മൾ ആ ചാനലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ചാനലൈസിങ് ഡിവൈസസ്. പല ടൈപ്പ് ഡിവൈസസ് ഉണ്ട്, ഇതുപോലത്തെ ട്യൂബുലർ ഇതുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നുണ്ട്, നെക്സ്റ്റ് ട്യൂബുലർ മാർക്കേഴ്സ് ഉണ്ട്. ഈ ചാനലൈസിങ് ഡിവൈസസ്, ഈ നേരത്തെ കാണിച്ച ആ കോണൊക്കെ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഒരു 10-60 മീറ്റർ അപ്പുറത്തായിരിക്കും മറ്റേ നമ്മുടെ കോൺട്രാക്ടർമാരോട് വെക്കുന്നത്. ഇത് അതല്ല, അതിന്റെ ബേസ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നാണ്. കണ്ടിന്യൂസ് ആയിരിക്കണം എന്നും ആ പിക്ചർ എടുത്ത നെക്സ്റ്റ് പ്രീവിയസ് 2 സ്ലൈഡ് പ്രീവിയസ് നെക്സ്റ്റ്. ഇതിൽ ആ റിഫ്ലക്ടിവിറ്റിയുടെ ലെങ്ത്, റിഫ്ലക്ടിവിറ്റിയുടെ ഇതെല്ലാം പറയുന്നുണ്ട്. ഈ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടുള്ളത് മാത്രമേ നമ്മൾ അലൗ ചെയ്യാൻ പാടുള്ളൂ. ഇതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമ്മൾക്ക് കവലേന്ന് വരുന്നവർക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ കോണ് വെക്കുന്നതും ഇതിന്റെ ബേസ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ ചാനലൈസിങ് ഡിവൈസസിന്റെ ബേസ് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ സാൻഡ് ബാഗുകൾ കൊണ്ട് വെക്കാറുണ്ട്. ഈ സാൻഡ് ബാഗ് വെച്ചെന്നാലും അതിൽ നമ്മൾ റിഫ്ലക്ടിവിറ്റി ഷീറ്റ് ഒട്ടിക്കണം. ആ റിഫ്ലക്ടിവിറ്റി ഷീറ്റ് ഒടിച്ചിട്ട് അത് അടുത്തടുത്ത് വെക്കണം. ഡ്രം വെച്ചാലും അടുത്തടുത്ത് വെക്കണം. ഇതിപ്പോ ഈ ടൈപ്പ് ഓഫ് ഡിവൈസസ് റെഡിലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾക്ക് റീയൂസ് ചെയ്യാനും പറ്റും. കോൺട്രാക്ടേഴ്സിന് റീയൂസ് ചെയ്യുമ്പോഴും അവർക്ക് ഇത് അവരങ്ങനെ വിചാരിക്കും, ഒത്തിരി കൂടുതൽ വർക്ക് എടുക്കുന്നവരാണെങ്കിൽ ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റും. അല്ലാണ്ട് ചെറിയ ചെറിയ വർക്ക് ആണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ മസ്റ്റ് ടു ബി റിഫ്ലക്റ്റഡ് ഡ്യൂറിങ് നൈറ്റ്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം, അത് നമ്മൾ എൻഷുർ ചെയ്യണം. ആ ചാനലൈസിങ് ഡിവൈസസ് ഒക്കെ ഇങ്ങനെയുള്ളതായിരിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ട്രാഫിക് മാനേജ്മെന്റ് ചെയ്യാൻ. ഓക്കെ, ഇത് ഹസാർഡ് മാർക്കറാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഹസാർഡ്, റൈറ്റ് സൈഡിലാണ്. ഈ ഓൾ ദീസ് തിങ്സ്, ഇതിന്റെ വിഡ്ത്ത്, ഇതിന്റെ ഹൈറ്റ്, സ്ട്രിപ്പിന്റെ ആംഗിള്, സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എല്ലാം ഗിവൺ ഇൻ ദ ബുക്ക്. ആസ് പെർ സ്പെസിഫിക്കേഷൻസ് വി ഹാവ് ടു ഫോളോ. ഇത് 2-വേ 2 സൈഡിൽ ഹസാർഡ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു വിട്ട് കൂടുതലുള്ള എക്സാമ്പിൾ ഞാൻ പറയുവാണ്, എവിടെയാണ് 2-വേ ഹസാർഡ് മാർക്കർ വെക്കേണ്ടതെന്നുള്ളതിന്റെ എക്സാമ്പിൾ പറയുവാണ്. നമ്മളൊരു കൾവെർട്ട് ചെയ്തു, 10 മീറ്റർ ഉള്ള റോഡാണ്. ആദ്യം നമ്മൾ 3 മീറ്ററോ 4 മീറ്ററോ ചെയ്തു. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ 4 മീറ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നടുവിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നടുവിൽ ആദ്യം ചെയ്തു, 2 സൈഡും നമ്മൾ വേറെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് ഹസാർഡ് നമുക്കുള്ളത് അതനുസരിച്ചിട്ട് ഈ ഹസാർഡസ് മാർക്കേഴ്സ് വെക്കണം. ഈ ഹസാർഡസ് മാർക്കേഴ്സ് എവിടെ വെക്കണം എന്നുള്ളതെല്ലാം ഈ എക്സാമ്പിൾസ് അടക്കം പിക്ചേഴ്സ് പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, കണ്ട
ഇത് ലെഫ്റ്റ് സൈഡ്, ടു വേ സൈഡ്, ഹസാർഡ് ഇതാ. നെക്സ്റ്റ്. ഇത് ഡ്രംസ് ആർ ലൈറ്റ് വെയിറ്റ് ആൻഡ് ഐഡിയൽ ഫോർ വർക്ക് സൈറ്റ് ഓഫ് ലോങ് കൺസ്ട്രക്ഷൻ. ഇത് നമ്മൾ ഒരു പാലം പണിയുടെ ഒക്കെ സൈറ്റിലാണെങ്കിൽ ഇതുപോലത്തെ വർക്കുകൾ. അതാണ് വേരിയിങ് കണ്ടീഷൻസ്, ടൈപ്പ് ഓഫ് വർക്ക്, കൺട്രോൾ ഡിവൈസസ് ആർ വേരിയിങ്. അത് നമ്മൾ ഓരോന്നും കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് തന്നെ വെക്കാനുള്ള സ്കില്ല് ഉപയോഗിക്കാനാണ്. അതാണ് പ്രൊഫഷണൽസ് ടു ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് നോളജബിൾ ഹൗ ടു ഡു ദി ട്രാഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി ബാരിയേഴ്സ്. ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ടൈപ്പ് 1 ബാരിയർ ആണ്. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ബാരിയർ എവിടെയാണ് വെക്കേണ്ടത്? ഇപ്പൊ നമ്മളൊരു കൾവേർട്ട് ചെയ്തു, ഹാഫ് കട്ട് ചെയ്ത് കൾവേർട്ട് ചെയ്തു. നമ്മുടെ ബാരിയർ എന്താണ്? ആ എക്സ്കവേറ്റ് ചെയ്ത മണ്ണെടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് വിടും. അപ്പൊ വണ്ടികൾ ഡേ ടൈമിൽ അങ്ങോട്ട് വരത്തില്ല, പക്ഷെ നൈറ്റ് ടൈമിൽ ഡോണ്ട് ഹാവ് ദി റിഫ്ലക്ടിവിറ്റി. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇടുന്നത് നല്ലതാണ്, അത് ഡേബ്രിസ് ഇടുന്നത് നല്ലതാണ്. ഒരു പരിധി വരേക്കും നമ്മൾക്ക് വെഹിക്കിളിനെ തടയാൻ പറ്റും. പക്ഷേ അത് ടു ബി ഫോളോഡ് ബൈ എ ബാരിയർ ഓൾസോ ഹാവിങ് ദ റിഫ്ലക്ടിവിറ്റി. അതാണ് നമുക്ക് ടൈപ്പ് 1 ബാരിയർ സിമ്പിൾ ബാരിയർ ആണ്, നമുക്ക് റീയൂസ് ചെയ്യാം, എടുത്തോണ്ട് പോകാൻ പോർട്ടബിൾ ആണ്. അതുപോലെ അല്ല കുറെ കാലത്തേക്ക് നിൽക്കുന്ന വർക്കാണെങ്കിൽ വേറെ ടൈപ്പ് 2 ടൈപ്പ് 3 ഉണ്ട്. നെക്സ്റ്റ് ടൈപ്പ് 2 ടൈപ്പ് 3 ടൈപ്പ് 4 4 ടൈപ്പ് ബാരിയേഴ്സ് ഉണ്ട്. ടൈപ്പ് 4 ബാരിയർ ആണെങ്കിൽ ടൈപ്പ് 4 ബാരിയർ ആണെങ്കിൽ ഈ ബാരിയേഴ്സ് എല്ലാം എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു ടേബിൾ ഉണ്ട്. നെക്സ്റ്റ് അതാ ഈ ടേബിൾ. അതാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഓൾ തിങ്സ് ആർ ഗിവൺ ഇൻ ഈ ബാരിയറിന്റെ ഈ ഹൊറിസോണ്ടൽ ഇതില്ലേ, ആ ഇതിന്റെ പ്ലേറ്റ്, ആ പ്ലേറ്റിന്റെ വിഡ്ത്ത്, അതിന്റെ സ്ട്രിപ്സിന്റെ വിഡ്ത്ത്, ഇതിന്റെ ഹൈറ്റ്, ബോട്ടം ഹൈറ്റ്, ഈ ഓരോ സ്ട്രിപ്പിന്റെയും ബോട്ടം ഹൈറ്റ്, അപ്പർ ഹൈറ്റ്, ഓൾ തിങ്സ് ആർ ഗിവൺ ദി സ്പെസിഫിക്കേഷൻസ് ടു ബി ഫോളോഡ്. വി ആർ നോട്ട് ഫോളോയിങ് ദ സ്പെസിഫിക്കേഷൻസ്, വി ആർ facing this legal aspects. We have to face the legal aspects if we are not following the specifications. Okay, next. The direction indicator barrier. ഇതെല്ലാം നമ്മൾ തിരിച്ചും മറിച്ചും കാണുന്നുണ്ട്. ഇപ്പൊ ചില കോൺട്രാക്ടേഴ്സ് ഇപ്പൊ എക്സ്പീരിയൻസ് നമ്മൾ കാണുന്നുണ്ട്, ഈ ഒരു സ്ഥലത്ത് റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ വർക്ക് ഡൈവേർഷൻ ടു ബി ടേക്കൺ ടുവേഴ്സ് ദി റൈറ്റ്. ഈ ബോർഡ് എടുത്തുകൊണ്ട് തിരിച്ചു വെക്കും. അപ്പുറത്തെ സൈഡിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം വയ്ക്കുമ്പോഴത്തേക്ക് അത് മാറിയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതാണ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബോർഡുകൾ, നമ്മൾ ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ വെക്കുന്ന ബോർഡുകൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് ആപ്ലിക്കേഷൻസ്. ന്യൂ ജേഴ്സി ബാരിയർ എന്ന് പറയണത്, നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതാണ് ജേഴ്സി ബാരിയർ. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടും വെള്ളം നിറയ്ക്കാതെയൊക്കെ വെക്കാം. വാട്ടർ ഫിൽഡ് ബാരിക്കേഡ് ചെന്നാല് നമ്മൾ പല സ്ഥലത്തും ഈ ഇത് കൊണ്ടുവന്ന് വെക്കും. ഇവര് വെച്ചിട്ട് ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് അത് തട്ടി ആ കുഴിയിലേക്ക് തന്നെ ഇടും. അപ്പൊ അതിന് വെയിറ്റ് ഇല്ല, അല്ലെ ഒരു കാറ്റടിച്ചാലും മറിഞ്ഞു പോകും. വലിയ വണ്ടി നല്ല സ്പീഡിൽ, പ്രൈവറ്റ് ബസ്സൊക്കെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല കോണുകളും മറിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ പോവാതിരിക്കാനായിട്ട് ഇതിന് വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് വാട്ടർ ഫിൽഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാരിയേഴ്സ് എല്ലാം മാർക്കറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് കാണിച്ചതേ ഉള്ളൂ. നെക്സ്റ്റ്. ഇനി ടെമ്പററി പെർമനന്റ് മാർക്കിംഗ്. പെർമനന്റ് മാർക്കിംഗ് ടെമ്പററി ആയിട്ട് ചെയ്യാം, പക്ഷെ യൂഷ്വലി ഇൻ കേരള ദിസ് ടൈപ്പ് ഓഫ് മാർക്കിംഗ് ഈസ് വി ആർ നോട്ട് ഫോളോവിങ്. ഇൻ നാഷണൽ ഹൈവേ വർക്ക്, മൾട്ടി ലൈൻ വർക്ക്സ് ആർ ദയർ, ഇത് ടെമ്പററി മാർക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ട്രാഫിക് മാനേജ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കണ്ട, ഇതുപോലത്തെ മാർക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ, ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, റോഡ് സൈൻസ്. ട്രാഫിക് കൺട്രോൾ ഡിവൈസസിൽ ഫസ്റ്റ് റോഡ് സൈൻസ്, രണ്ടാമത്തെ ചാനലൈസിംഗ് ഡിവൈസസ്, മൂന്നാമത്തേതാണ് ലൈറ്റിംഗ് ഡിവൈസസ് ആൻഡ് വേരിയബിൾ മെസ്സേജ്. എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഇത് നമ്മൾക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. കൾവട്ട് സൈറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വേറൊരു രസമുണ്ട്, ഞങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അത് മോഷണം പോയ കേസുകളും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദി പോലീസ് എൻഫോഴ്സ്മെന്റുകാരുടെ. അപ്പൊ അവർക്കും ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അടുത്ത സ്ലൈഡിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്.
ഇനി ആരോ ബോർഡുകൾ ബ്ലിങ്ക് ചെയ്യുന്ന ഇത് ആരോ ബോർഡുകൾ ഇത് അത് പടമുണ്ട്. നെക്സ്റ്റ് ഇതാ ഇതുപോലത്തെ ആരോ ബോർഡ്. ഇതിനെല്ലാത്തിനും when we are using specifications to be followed, that is the only thing we have to consider. Next. ഇത് ഡിലൈനേറ്റിംഗ്. ഈ ഡിലൈനേറ്റേഴ്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? റോഡ് വേ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മീഡിയേറ്റർ മാർക്കേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഹസാർഡ് മാർക്കേഴ്സ് ആയിട്ടും ഒബ്ജക്റ്റ് മാർക്കേഴ്സ് ആയിട്ടും ഡിലൈനേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സൈഡിൽ ആണെങ്കിൽ അത് കേർവിനനുസരിച്ച് റേഡിയസിനനുസരിച്ച് അതിന്റെ സ്പേസിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അതിനെല്ലാം IRC ടു ബി ഫോളോഡ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഓരോ റിഫ്ലക്ടിവിറ്റിയുടെ ഓരോന്നിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇത് ടെമ്പററി ഡിലൈനേറ്റിംഗ് ഇതിന്റെ ഫോളോ ചെയ്യേണ്ട സ്പെസിഫിക്കേഷൻസ് ആണ്. നെക്സ്റ്റ്. ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. കേട്ടോ, നൈറ്റിലും ഡേയിലും എങ്ങനെ ഇതിന് ആപ്ലിക്കേഷൻ വരുന്നു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള ഒരു സാമ്പിൾ പിക്ചേഴ്സ് ആണ്. നെക്സ്റ്റ്. ട്രാഫിക് മാനേജ്മെന്റ് പ്രാക്ടീസസ് അറ്റ് വർക്ക്. അത് നമ്മൾ ഏതൊക്കെ എങ്ങനത്തെ രീതിയിലുള്ള ട്രാഫിക് മാനേജ്മെന്റ് പ്രാക്ടീസസ് ആണ് വരുന്നതെന്നുള്ളത് അത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് വെഹിക്കിൾസ്. അവർ ഒബ്ജക്റ്റീവ് ഈസ് ദ ഓൺലി ടു റെഡ്യൂസ് ദ വെയിറ്റിംഗ് ടൈം. ഓൾട്ടർനേറ്റീവ് വൺ വേ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. നമ്മൾ മാൻ അറേഞ്ച്മെന്റ് ഇല്ലാതെ ഈ വരുന്ന വെഹിക്കിളിന് തന്നെ അവർക്ക് ട്രാഫിക്കിന്റെ അത് നോക്കിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് പോവാം. പക്ഷെ എന്തായിരിക്കണം? ട്രാഫിക്കിന്റെ ഇന്റൻസിറ്റി അതനുസരിച്ച് കുറവുള്ള സ്ഥലത്തായിരിക്കണം. അതാണ് വൺ വേ ട്രാഫിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫ്ലാഗ്മെൻ അറേഞ്ച്മെന്റ് ചെയ്യണം വെഹിക്കിൾ കൂടുതലാണെങ്കിൽ. അതാണ് ഈ ഓൾട്ടർനേറ്റീവ് വൺ വേ ഓപ്പറേഷൻസ് തന്നെ പല കണ്ടീഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ദ ഡീടൂർ. ഡീടൂർ മീൻസ് നമ്മൾ ഒരു 10 കിലോമീറ്റർ റോഡിൽ ഒരു 5 കിലോമീറ്റർ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ഇത് പണിയുവാണ്, ഒരു ബ്രിഡ്ജ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും കൂടി വേറൊരു മൊത്തം റോഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ട്രാഫിക്കിനെ ഡൈവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീടൂർ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊക്കെ ഏതൊക്കെ ടൈപ്പ് നമ്മൾ സൈൻസ് വെക്കണം, എങ്ങനെ വെക്കണം, എവിടെ വെക്കണം, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഓൾ തിങ്സ് ആർ ഗിവൺ ഇൻ ദ ഗൈഡ് ലൈൻ. പിന്നെ നമ്മൾ ഈ ഡീടൂർ ചെയ്യുമ്പോൾ ആ ഡീടൂർ ചെയ്യുന്ന ലെങ്ത് ഓഫ് റോഡ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു വിസ്റ്റാൻഡ് ദി റണ്ണിങ് ട്രാഫിക്. ഒരു കൾവട്ട് അവിടെ ഉണ്ട്, അതിന് വീതി കുറവാണ്, 2 വേ ട്രാഫിക് പോകുന്നില്ലെങ്കിൽ ആ റോഡിലൂടെ 2 വേ ട്രാഫിക് കൊടുക്കരുത്, 1 വേ മാത്രമേ കൊടുക്കാവുള്ളൂ. ദാറ്റ് ഈസ് ദ തിങ്സ് വി ഹാവ് ടു ഒബ്സർവ് വൈൽ ഡിസൈനിങ് എ ട്രാഫിക് മാനേജ്മെന്റ്. അതാണ്. തേർഡ് വൺ ഈസ് ദ ഡൈവേർഷൻ. ഡൈവേർഷൻ മീൻസ് നമ്മൾ we are allowing along this road but ഒരു ടെമ്പററി ഡൈവേർഷൻ ഈസ് ഗിവിങ്. കൾവട്ട് ചെയ്യുന്നു, ടെമ്പററി ഡൈവേർഷൻ എടുക്കുന്നു. അപ്പൊ അങ്ങനെ ടെമ്പററി ഡൈവേർഷൻ കൊടുക്കുവാണെങ്കിലാണ് അതിന് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബോർഡ് വെക്കണം, വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് ദി ടെമ്പററി ഡൈവേർഷൻ, വാട്ട് ഈസ് ദ മിനിമം വിഡ്ത്ത് വി ഹാവ് ടു മെയിൻറ്റെയിൻ ഫോർ ദ ടെമ്പററി ഡൈവേർഷൻ, വാട്ട് ഈസ് ദ permanent condition we have to maintain for the temporary diversion. All things are explained in the book. Next method is the full road closed. ഫുൾ റോഡ് ക്ലോസർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 10 കിലോമീറ്റർ റോഡ് മൊത്തം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വേറെ റോഡ് ഉപയോഗിച്ചേക്കണം എന്നുള്ളൊരു ഇൻഫർമേറ്ററി ബോർഡുകൾ ഇൻ അഡ്വാൻസ് ടു ബി ഗിവൺ അറ്റ് ദി ബോത്ത് എൻഡ്. പിന്നെ ഇന്റർമിറ്റന്റ് ക്ലോസേഴ്സ്, അത് നമ്മളൊരു 30 കിലോമീറ്റർ റോഡ് ചെയ്യുവാണ്, ഇടയ്ക്കിടയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഡൈവേർഷൻ എങ്ങനെ ഡീടൂർ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ട്, അതാണ് ഇന്റർമീഡിയറ്റ് ക്ലോസസ്. നെക്സ്റ്റ്, 2 വേ ട്രാഫിക് ഓഫ് ലെസ് ദാൻ 400 വെഹിക്കിൾ പെർ അവർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് സ്റ്റോപ്പ് ആൻഡ് ഗോ ടൈപ്പ്. അപ്പൊ ഇത് ഞാൻ ഈ സ്ലൈഡ് ഇട്ടെന്ന് പറഞ്ഞാല് ദീസ് പിക്ചേഴ്സ് ആർ ടേക്കൺ ഫ്രം ദ ഗൈഡ് ലൈൻ ഓൺലി അക്കോർഡിംഗ് ടു ദ റണ്ണിംഗ് ട്രാഫിക് ഇന്റൻസിറ്റി ആൻഡ് ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾസ്. What type of arrangement we have to given എന്നുള്ളത് clearly given in the book with the pictures. Next picture. Next. Total 2-way traffic flow is less than 850 vehicles per hour ആണെങ്കിൽ നമുക്ക് this type of road signs and യൂസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ everything is given in this. Next.
മാക്സിമം ട്രാഫിക് ഫ്ലോ ഫോർ എ ലെങ്ത് ഓഫ് ടൈപ്പ് ഇതും പറയുന്നത് ഉണ്ട്. ഇതെല്ലാം സൈറ്റിന്റെ ലെങ്ത്, വെഹിക്കിൾസ് പെർ അവർ എല്ലാം ഇതിനകത്ത് വേ ഫ്ലോ എങ്ങനെ കൊടുക്കണം എന്നുള്ളതെല്ലാം ഈ പിക്ചേഴ്സ് അടക്കം ഈ ബുക്കിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്. ഇത് നമ്മളൊരു റോഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മിനിമം 300 മാക്സിമം 500. ഇതിൽ 300 എന്ന് പറയുന്നത് ഈ റോഡ് വിട്ട് കുറവുള്ളതാണ്. 500 മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് ബുക്കിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ്. ഇതാണ് ഒരു ഡീടൂറിന്റെ പിക്ചറാണിത്. ഇപ്പൊ നമ്മളൊരു റോഡ്, കണ്ടിന്യൂസ് റോഡ്, ആ യെല്ലോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ സോണ്. ഈ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ ഡീടൂർ ചെയ്യുന്നു. അതാണ്. അപ്പൊ ഏതൊക്കെ ബോർഡുകൾ എവിടെയൊക്കെ വെക്കണം എന്നുള്ള പിക്ചേഴ്സ് ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊരു നമ്മളൊരു കൾവേർട്ട് ചെയ്യുവാണ്. അത് തോട്, ഒരു പുഴയാണ്. അതിലൊരു കൾവേർട്ട് ഫുൾ വിട്ട് നമ്മൾ ചെയ്യുവാണ്. അപ്പൊ ഒരു ഫുൾ വിട്ടിന് അവിടെ ട്രാഫിക് ഡൈവേർഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ബോർഡുകളാണ്? മിനിമം 8 ബോർഡുകൾ നമ്മൾക്ക് അവിടെ വെക്കണം ഒരു സൈഡില്. അങ്ങനെ 2 സൈഡിലും വെക്കണം. അപ്പൊ ഇത്രയും ബോർഡുകൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തു. വി ആർ ഷുവർ വി ഹാവ് പ്രൊവൈഡഡ് ഓൾ ദീസ് തിങ്സ്. എന്നിട്ടും ഒരാൾ വന്നിട്ട് അവിടെ വീണു, ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ റോഡ് യൂസർ. നെക്സ്റ്റ്. ഇനി റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി, ഈ ആർക്കൊക്കെ എന്തൊക്കെ റോളാണ്? റോഡ് അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേസിൽ PWD എന്ന് പറയുമ്പോഴത്തേക്ക് റോഡ് അതോറിറ്റി PWD ആണ്. പിന്നെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫണ്ടിന് പ്രത്യേകിച്ച് ഒരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോജക്ട് ഡയറക്ടർ ആയിരിക്കും. റോഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, റോഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ കൺസ്ട്രക്ഷൻ പീരീഡിലാണെങ്കിൽ കോൺട്രാക്ടർ ആയിരിക്കും. പിന്നെ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് റോഡ് ഡിസൈൻ ചെയ്ത, റോഡ് സേഫ്റ്റി ഓഡിറ്റേഴ്സ്, പിന്നെ കോൺട്രാക്ടർ, സൂപ്പർവിഷൻ കൺസൾട്ടന്റ്, ലോക്കൽ പോലീസ്, റോഡ്, അതെല്ലാം 1 by 1 ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്. റോഡ് അതോറിറ്റി റെസ്പോൺസിബിൾ വർക്ക്സ് ഓൺ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ഫ്രം എക്സ്പെർട്ട്. ഈ റോഡ് അതോറിറ്റി ഷുഡ് ഹാവ് ടു ഒബ്സർവ് എൻഷുർ ദിസ് ടെമ്പററി വർക്ക്സ് ഓൺ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ ഈസ് പ്രിപ്പയർഡ് ആൻഡ് അപ്രൂവ്ഡ് ഇൻ അഡ്വാൻസ് ബിഫോർ ഡൂയിങ് ദ വർക്ക് എന്നുള്ളത് അവരത് ഉറപ്പുവരുത്തണം. സേഫ് ബിഹേവിയർ വിത്ത് വർക്ക് സോൺ ഫ്രം വർക്കേഴ്സ്, അതാണ് ഏറ്റവും അത്യാവശ്യം. ബിഹേവിയർ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി വ്യക്തികളാണ്. ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറ്റം വരും. പക്ഷെ നമ്മൾ ഈ ഡിസിപ്ലിൻ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ബിഹേവിയർ എല്ലാവരും അത് നോക്കണം. അത് എല്ലാവരുടെ കാര്യത്തിലും അതെ. സേഫ് ഡ്രൈവിംഗ് ബിഹേവിയർ ത്രൂ ദ വർക്ക് സോൺ ഫ്രം ദി ട്രാവലിംഗ് പബ്ലിക്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ, ആദ്യം പറഞ്ഞ ഒരു ഈല് വരുന്നതാണത്. എഡ്യൂക്കേറ്റ് ചെയ്യണം. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ റോഡ് യൂസേഴ്സ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഡെൽറ്റ് വിത്ത് റോഡ് അതോറിറ്റിയാണ്. റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് സഫീഷ്യന്റ് ഫണ്ട്. ഇതൊക്കെ ചെയ്യാനുള്ള ഫണ്ടിനും റെസ്പോൺസിബിലിറ്റി റോഡ് അതോറിറ്റിക്കാണ്. എഡ്യൂക്കേറ്റിംഗ് ആൻഡ് ഇൻഫോമിങ് ദി പബ്ലിക് അബൌട്ട് ദ സേഫ്റ്റി. എന്നാലേ ഉള്ളൂ നമ്മൾക്ക് ഇതിന്റെ കൾച്ചർ മാറ്റിയെടുക്കണം. നമ്മുടെ റോഡ് യൂസേഴ്സിന്റെ കൾച്ചർ മാറ്റിയെടുക്കണം. നമ്മൾ ഇപ്പൊ എല്ലാവരും കേരളത്തിലുള്ള ഒരു 75% ആൾക്കാരും വിദേശ രാജ്യങ്ങളിലെ റോഡും മറ്റെല്ലാം കണ്ടിട്ട് വന്നിട്ടുള്ളവരാണ്. അവിടെ ഒരു ഡിസിപ്ലിൻഡ് ലൈൻ ഉണ്ട്. എല്ലാത്തിനും സ്പീഡ് അനുസരിച്ച് ഡിസിപ്ലിൻഡ് ലൈൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ഡിസിപ്ലിൻഡ് ലൈനിൽ റോഡ് നമുക്ക് ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡ് വേണം. നമ്മുടെ കേരളം തന്നെ വഞ്ചി പോലെ ഇരിക്കുന്ന കേരളത്തിൽ എവിടെയാ ലാൻഡ് ഉള്ളത്? അപ്പൊ നമ്മൾ എന്ത്, വി ഹാവ് ടു കോമ്പൻസേറ്റ് ബൈ എൻഫോഴ്സിങ് ആൻഡ് ട്രാഫിക് കാമിംഗ് മെഷേഴ്സ്. ഈ ട്രാഫിക് കാമിംഗ് മെഷേഴ്സ് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് കൊട്ടാരക്കര മുതൽ ഈ തിരുവനന്തപുരം വരെ ചെയ്തിരിക്കുന്ന ആ റീച്ചിൽ എല്ലാ ട്രാഫിക് കാമിംഗ് മെഷേഴ്സ് ഉണ്ട്. പക്ഷെ എൻഫോഴ്സിങ് ഈസ് നോട്ട് ദയർ. അതുകൊണ്ട് എന്താണ് ആക്സിഡന്റ് പിന്നെയും നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയിൽ പറയുന്നുണ്ട് 22 പേര് മരിച്ചെന്ന്. ഈ 2022 തന്നെ ഇപ്പൊ 22 പേരോളം ആ റോഡിൽ മരിച്ചു എന്ന് പറയുന്നു. നമ്മൾ ഓരോ ആക്സിഡന്റ് നടക്കരുത്, ഉണ്ടാവരുതെന്ന് പറഞ്ഞ് സേഫ് കോറിഡോർ ആയിട്ട് ചെയ്ത വർക്കാണത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇതിന് ആര് റെസ്പോൺസിബിൾ, എവരുടെ റെസ്പോൺസിബിൾ എന്നുള്ളത് ഈ ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് ആരും അവെയർ അല്ല. ഈവൻ നമ്മളുടെ റോഡ് അതോറിറ്റി ആണെങ്കിലും റോഡ് യൂസേഴ്സ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ഈ പോലീസ് ആണെങ്കിലും നോട്ട് അവെയർ അബൌട്ട് വാട്ട് ആർ ദ റൂൾസ് വി ആർ ഹാവിങ്. അതുകൊണ്ടാണ് ഈ ആക്ഷൻസ് വരാത്തത്. നെക്സ്റ്റ്.
road operator to ensure works on traffic management plan before taking a work completed effectively. അതാണ് before beginning the work in coordination with the contractor inform public and the residents of the location about the duration and the possible deviations and the time of road closure. ഇതൊക്കെ അപ്പൊ നമ്മൾ ഇത് റോഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനെ PWDയുടെ സാധാ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് PWD ഹാവ് ദിസ് റോൾ. അപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ടൈം വി ആർ ഗോയിങ് ടു ക്ലോസ് ദ റോഡ്, how we are going to close the road, by allowing one way traffic അല്ലെങ്കിൽ by disturbing all the traffic, left hand traffic is given through the left side of the road, right hand traffic. ഇങ്ങനെ അത് എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കണം ഇൻ അഡ്വാൻസ്. അത് റോഡ് ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പ്രോജക്ട് ഡയറക്ടർ. പ്രോജക്ട് ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫൈഡ് പ്രോജക്റ്റ് ആണെങ്കിൽ പ്രോജക്ട് റെസ്പോൺസിബിലിറ്റി ഫോർ ഓവർസീയിങ് ആൻഡ് എൻഷുറിംഗ് അഡ്ഹറൻസ് ടു ദി നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആൻഡ് കോൺട്രാക്ച്വൽ പ്രൊവിഷൻസ് റിക്വയർഡ് ടു ബി കംപ്ലൈഡ് വിത്ത് ബൈ ദി കൺസൾട്ടന്റ് ആൻഡ് ദി കോൺട്രാക്ടർ. ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി. കൺസൾട്ടന്റിന്റെ ഭാഗത്തു നിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്നും എഗ്രിമെന്റ് കണ്ടീഷൻസ് പ്രകാരം ഇതൊന്നും ചെയ്യുന്നില്ലയോ ഉണ്ടോ എന്ന് വാച്ച് ചെയ്യണം. റിവ്യൂ ദ സൈറ്റ് സ്പെസിഫിക് WTMP, അതായത് വർക്ക് ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ, ദാറ്റ് ഈസ് WTMP. പ്രിപ്പയർഡ് ആൻഡ് എൻഷുവർ ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഇഫക്റ്റീവ്ലി. പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ടു ബി ഇംപ്ലിമെന്റഡ് ഇഫക്റ്റീവ്ലി ഡ്യൂറിംഗ് ദി കൺസ്ട്രക്ഷൻ. അതും ചെയ്യുന്നുണ്ടോ, ഇവരൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്തം പ്രോജക്ട് ഡയറക്ടർക്കുണ്ട്. നെക്സ്റ്റ് ഡിസൈനർ. ഈ സേഫ്റ്റി പറയുന്നത് ഒരു വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇതിന്റെ ഡിസൈൻ സമയത്ത് തന്നെ സേഫ്റ്റി നോക്കണം. അപ്പൊ ഡിസൈൻ സമയത്ത് ഇൻക്ലൂഡ് ഓൾ ദ റിക്വയർഡ് പ്രൊവിഷൻസ്. സേഫ്റ്റി നോക്കുമ്പോ എന്ത് വേണം, ഇതിൽ നിന്ന് വെഹിക്കിൾ മാത്രം പോരാ, ഇതിന്റെ പെഡസ്ട്രിയൻ അപ്പൊ ട്രാഫിക് കപ്പാസിറ്റി, പെഡസ്ട്രിയൻ കപ്പാസിറ്റി, വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആർ കമ്മിങ് അലോങ് ദിസ് റോഡ്, പിന്നെ ഈ മാനേജബിൾ റീടൂറിംഗ് പ്രൊവിഷൻസ് ഉണ്ടോ, അത് ഡൈവേർഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും, ഈ കണ്ടീഷൻസ് എല്ലാം ഓൾ ദീസ് തിങ്സ് ടു ബി കൺസിഡർഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ ഇറ്റ് സെൽഫ്. എങ്കിൽ മാത്രമേ ഉള്ളൂ അതിന്റെ പ്രൊവിഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റത്തുള്ളൂ, എന്നാൽ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡിസൈനേഴ്സ് ഓൾസോ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി വൈൽ ഡിസൈനിങ് എ വർക്ക്. നെക്സ്റ്റ് കോൺട്രാക്ടർ. കോൺട്രാക്ടർ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിപ്പറേഷൻ ഓഫ് WTMP and to execute the work by deputing experts in each activity to quality and train the workers and ensure they have necessary safety equipments. അതാണ് ഇവിടെ നമ്മൾ ഇതിനൊന്നും ഈ ഒരു വെയിറ്റേജ് കൊടുക്കത്തില്ല. ഇപ്പൊ നമ്മൾ മേജർ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ ദി പ്രോഗ്രസ്. ദ സേഫ്റ്റിയെ പറ്റിയിട്ട് അവർക്ക് യാതൊരു ബോധറേഷനും ഇല്ല. അതിനവർ പറയുന്നത് എന്താണ്, അതിനെന്താ 2% എമൗണ്ട് ഉണ്ട്, അത് കട്ട് ചെയ്താലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് അതിൽ കുറച്ച് കിട്ടിയാൽ മതി. അവർക്ക് ആ പ്രോഗ്രസ് അച്ചീവ് ചെയ്യാനുള്ള തന്ത്രപ്പാടാണ്. അതിൽ നിന്ന് വരുന്ന ഒരു ആക്സിഡന്റോ ഒരു ഫെറ്റാലിറ്റി വന്നിട്ടുണ്ടെങ്കിലും ദേ ആർ ഏബിൾ ടു മാനേജ് ദി എക്സ്പെൻസ് ടുവേഴ്സ് ദാറ്റ്. അതാണ് അവരുടെ ഒരു മെന്റാലിറ്റി നമ്മുടെ ഇവിടുത്തെ. അത് നോബഡി കുഡ് ഗെറ്റ് എനി ഡിസ്റ്റർബൻസ്. ഒരു നിസ്സാരമായിട്ട് ഒരു കാലിന് ഒരു ഇത് വന്നാലും എത്ര വർഷം എത്ര മാസം ജോലി ചെയ്യാൻ പോവാതെ ആ ഒരു വ്യക്തി ഇരിക്കേണ്ടി വരും. അപ്പൊ അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധി ഇതെല്ലാം അൺകൗണ്ടബിൾ ആണ്. ഇതിന്റെ ഈ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ നോക്കണം ഒരു വർക്കിൽ ചെയ്യണം. അപ്പൊ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എഗ്രിമെന്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ വി ഹാവ് ടു വിജിലൻറ്റ് for these things. Next supervision consultant. അവരുടെ ജോലി എന്താ, must have highly trained road safety expert. ഈ കോൺട്രാക്ടറുടെ ഭാഗത്തും ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പെർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ടു ചെക്ക് ദി വർക്ക്സ് ഓൺ ഡിസൈൻ ആൻഡ് ടു എൻഷുർ ദാറ്റ് ദി സേഫ്റ്റി ആസ്പെക്ട്സ് ആർ റിയലൈസ്ഡ്. ചെക്ക് ദി ആക്ച്വൽ വർക്ക് ഡൺ ടു എൻഷുർ ദാറ്റ് സെറ്റപ്പ് ആർ കൺസിസ്റ്റിംഗ് വിത്ത് ദി അപ്രൂവ്ഡ് WTMP. ഇത് കൺസൾട്ടന്റ് ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിൽ ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു അപ്രൂവ് ദി വർക്ക്സ് ഓൺ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ ഇൻ അഡ്വാൻസ്. അപ്പൊ ദേ ഹാവ് ടു എൻഷുവർ വെദർ ദി അപ്രൂവ്ഡ് TMP ഈസ് ഫോളോയിങ് അറ്റ് സൈറ്റ്.
ഇത് ഒരെണ്ണം നമ്മളിപ്പോ എല്ലാ കേസുകളും വരുന്ന ഫോർ എക്സാമ്പിൾ ഒരു റോഡ് വർക്ക് വരുമ്പോൾ വൈഡനിങ്, ട്രീ കട്ടിങ് മുതൽ എക്സ്കവേഷൻ മുതൽ വൈഡനിങ് മുതൽ കൾവർട്ട് കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജ് വർക്ക്, എല്ലാ വർക്കും വരും, BT വർക്ക് എല്ലാ വർക്കും വരും. ഇതിന്റെ എല്ലാ സാമ്പിൾസ് എല്ലാം വെച്ചും കൊണ്ട് ഒരു WTMP ആദ്യം പാസ്സാക്കും. എന്നിട്ട് ഓരോ ആക്ടിവിറ്റിക്കും അനുസരിച്ച് വാട്ട് ഈസ് ദ ട്രാഫിക് മാനേജ്മെന്റ് വി ആർ ഗോയിങ് ടു ടേക്കൺ അറ്റ് സൈറ്റ് എന്നുള്ളത് കോൺട്രാക്ടർ ചിത്രമടക്കം തരണം. പക്ഷെ നമ്മുടെ കോൺട്രാക്ടേഴ്സിന് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. ദേ ആർ നോട്ട് അവെയർ ബിക്കോസ് ദേ ആർ നോട്ട് ഡെപ്യൂട്ടിങ് എ trained and knowledgeable and experienced person for that in their site. That is the problem. അതാണ് അവർക്ക് ഇത് അറിയാൻ വയ്യ, അവർ പ്രിപ്പയർ ചെയ്യുന്നില്ല, തരുന്നുമില്ല, ഇത് ഒബ്സർവ് ചെയ്യുന്നു. വെയർ ദി WTMP at the site specific WTMP എവിടെ? Nobody have. That is the we are now facing the problem. Should coordinate with the local police to pay extra extension in work zone. എന്തെങ്കിലും നമ്മൾ അത് കൺസൾട്ടന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇനി ഒരു എസ്റ്റിമേറ്റഡ് ടൈമിൽ തീർന്നില്ല, ഇന്റൻഡഡ് ടൈമിൽ തീർന്നില്ല, എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു റിപ്പോർട്ട് വിത്ത് ദ പോലീസ് ദ ട്രാഫിക് കാമിംഗ് മെഷേഴ്സ് ഫോർ ട്രാഫിക് ഡൈവേർഷൻ ഓർ വാട്ട് എവർ ബി ദി we have applied there to be extended to what extent എന്നുള്ളത് അവരെ അറിയിക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, local police shall provide all the required support for the enforcement of the necessary restrictions if imposed and the safety measures are warranted by WTMP. The control of speeding and careless driving in work zone should be strictly enforced. ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് പോലീസ് തന്നെ ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള സർവ്വതും നമ്മൾ ചെയ്തിട്ടും ആക്സിഡന്റ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് എൻഫോഴ്സ്മെന്റ് ടു ബി റിപ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ദേ ഓൾസോ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. അവരെ കാണിച്ചു കൊടുക്കുക ഈ ബുക്ക്. നെക്സ്റ്റ്, റോഡ് യൂസ് ചെയ്യുന്നവർക്കും ഉണ്ട്. വെദർ ദി വെഹിക്കിളിൽ വരുന്നവരാണെങ്കിലും അതെ, പെഡസ്ട്രിയൻസ് ആണെങ്കിലും അതെ, അവരുടെ സേഫ്റ്റി അവർ നോക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് ദ ഹസാർഡ്. പക്ഷെ നമ്മൾ അതിന്റെ എൻവയോൺമെന്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സൂപ്പർവിഷൻ എഞ്ചിനീയേഴ്സിന്റെയും കോൺട്രാക്ടറുടെ ഉത്തരവാദിത്വമാണ്. ഓൾ റോഡ് യൂസേഴ്സ് നീഡ് ടു പേ particular attention while traveling in a work zone. അവര് നോക്കണം. നമ്മളിപ്പോ നമ്മൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, പക്ഷെ ബാരിക്കേഡ് എല്ലാം തട്ടിയിട്ടും കൊണ്ട് പറഞ്ഞേക്കാനും അലവ് ചെയ്തേക്കാളും കൂടുതൽ സ്പീഡിൽ വന്ന ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവന്റെ ഇത് കുഴപ്പം തന്നെയാണ്. Drivers should be educated about the risk of the traveling in work zone and fully informed that safe driving behavior will be strictly enforced by the police. അതാണ് ഇവിടുത്തെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ലാക്ക് വരുന്നത്. ഇതാ ബിഹേവിയർ ഓഫ് ദ റോഡ് യൂസേഴ്സും എൻഫോഴ്സ്മെന്റ് ഓഫ് ദ പോലീസും. They shall respect and observe any restriction, especially the speed. അത് ഒബ്സർവ് ചെയ്യാതെ വന്നിട്ട് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ്, ജനറൽ പബ്ലിക് ആൻഡ് കമ്മ്യൂണിറ്റി, അവർക്കും ഉണ്ട് ഇതിന് റെസ്പോൺസിബിലിറ്റി. കമ്മ്യൂണിറ്റി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ഹിയറിംഗ് ആൻഡ് ഇൻഫോംഡ് അബൌട്ട് ദി വർക്ക് സോൺ, ഡീടൂർ ആൻഡ് പോസിബിൾ ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ്. അത് നമ്മൾ എന്ന് ചോദിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുടെയും ഈ WTMP പ്രിപ്പയർ ചെയ്യുന്നവരുടേതും ഈ ചെയ്യുന്ന കോൺട്രാക്ടർക്കും ഒക്കെ ഉണ്ട്. പബ്ലിക്കിനോട് നമ്മൾ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. ഈ പബ്ലിക്കിന് പറഞ്ഞാൽ ലോക്കൽസിന് അറിയാൻ പറ്റും ഇന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു സ്കൂളുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെ മൊത്തം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനെന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പബ്ലിക്കിന് അറിയാൻ പറ്റും. പബ്ലിക്കിനും ഉണ്ട് റെസ്പോൺസിബിലിറ്റി. They can contribute to improve the work zone safety by providing information about the situation, especially with regard to detour. നമ്മളിപ്പോ ഡീടൂർ ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന റൂട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. പക്ഷെ ആ റൂട്ടിൽ മതിയായ വീതി ഉണ്ടോ, വളവുണ്ടോ, അവിടെ കൾവെട്ടൊക്കെ നമ്മുടെ വെഹിക്കിൾ പോകാൻ സേഫ് ആണോ ഇല്ലെന്നൊന്നും നമ്മൾ പോയി ഇൻസ്പെക്ട് ചെയ്യാതെ ഡീടൂർ കൊടുക്കുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾക്ക് പബ്ലിക്കിനോട് ചോദിച്ച് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കി കൺഫേം ചെയ്താൽ മതി. അത്
അപ്പൊ അങ്ങനെ പബ്ലിക്കിന്റെ റെസ്പോൺസിബിലിറ്റി അവരും ചെയ്യണം, എന്നാലല്ലേ സേഫ് ആയിട്ട് അവർക്കും യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, ഡിപ്ലോയ്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് സേഫ്റ്റി കംപ്ലൈൻസസ്. ഇത് ഫ്ലാഗ്മാന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ ഫ്ലാഗ്മാന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം എങ്ങനെ വേണം ഫ്ലാഗ്മാൻ നിൽക്കണമെന്നുള്ളത്. നെക്സ്റ്റ് കണ്ട, സ്റ്റോപ്പ്, സ്ലോ, ഗോ ബോർഡുകളൊക്കെ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. ഈ ഫ്ലാഗിന് പകരം സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫ്ലാഗ് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ തുണിവിട ഫ്ലാഗ് ആണെങ്കിൽ അത് ഇസ്തിരി ഇട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം എന്നൊക്കെ ഉണ്ട്, പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉണ്ട്. നെക്സ്റ്റ്, പിന്നെ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഓഫ് വർക്കേഴ്സ്. ഇത് നമ്മൾ ഈ സൂപ്പർവൈസ് സ്റ്റാഫ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പ്രൊട്ടക്റ്റീവ് ഇത് ഇക്വിപ്മെന്റ്സ് ഉപയോഗിക്കണം. അതായത് ഹെൽമെറ്റ്, ജാക്കറ്റ്, ഷൂവ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അത് ഓരോ ടൈപ്പ് ഓഫ് യൂസേഴ്സിന് ഉള്ള കളേഴ്സ് ഉണ്ട്. അത് വർക്കേഴ്സ് എക്സ്പോസ്ഡ് ടു ട്രാഫിക് ആണെങ്കിൽ റെഡ് ആൻഡ് ഓറഞ്ച് ആണ്. ഓപ്പറേറ്റേഴ്സ് അതാ അങ്ങനെ ഓരോ കളർ പറയുന്നുണ്ട്. അതിന്റെ ഫിഗേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദി പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ്സ് വി ആർ യൂസ്? ഹെൽമെറ്റ്, ഷൂവ്, ജാക്കറ്റ്, അതിന്റെ കളറും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സർട്ടൺ എക്സ്റ്റെന്റ് വി ക്യാൻ സേവ് അവർ ലൈഫ്. ഓക്കെ, നെക്സ്റ്റ്. ഇതൊരു വൈഡനിങ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. അതിന്റെ ഏതൊക്കെയാണ് സൈൻ ബോർഡ്സ് എന്നുള്ളതിന്റെ പിക്ചർ എടുത്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ്, സിംഗിൾ ലൈൻ ടു ഇന്റർമീഡിയറ്റ് ലൈൻ വൈഡനിങ് ചെയ്യുന്നതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. 2 ലൈൻ ട്രാഫിക് വരുന്നതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. നെക്സ്റ്റ്, ഇത് നമ്മൾ ഒരു സൈഡ് ട്രാഫിക് അലോ ചെയ്തും കൊണ്ട് വർക്ക് സോൺ കാണിച്ചിരിക്കും. അപ്പൊ വാട്ട് ആർ ദി ടൈപ്പ് ഓഫ് ബോർഡ് വി ഹാവ് ടു പ്രൊവൈഡ് അറ്റ് ദി വർക്ക് സോൺ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ താങ്ക് യു ഓൾ. ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ, വാട്ട് ഈസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എൻഗേജിങ് ഇൻ എ റോഡ് കൺസ്ട്രക്ഷൻ. ഐ തിങ്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്. താങ്ക് യു ഓൾ ഫോർ ഒബ്സർവിംഗ് ദിസ് session. Thank you all this organizers. Okay, good night. Time il തീർന്നോ? Thank you so much, ma'am, for the enlightening talk. വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ട്രാഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സിനെ പറ്റിയും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മോട് സംവദിച്ച പെണ്ണമ്മ മാമിന് ഒരുപാട് നന്ദി. ഇനി അടുത്തതായി ഈ ടെക്നിക്കൽ ടോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിനുള്ള ഡൗട്ട്സ് ചോദിക്കാനുള്ള സമയമാണ്. ലൈവ് ചാറ്റിൽ ഡൗട്ട്സ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. മാം, നമുക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്യൂറിങ് എസ്റ്റിമേഷൻ സ്റ്റേജസ് can we put a certain cost towards the safety measures in the work part? Is it admissible? എന്നതാണ് ചോദ്യം. മാം ആൻസർ ചെയ്തോളൂ. Yes, it is admissible. We are using the Morth data now for road work in Kerala also. Later it was our data, but now we are using the Morth data. Morth data in every activities the provision is given. That is lump sum provision, but we have to explain elaborately in our estimate what are the provisions. provisions കൊടുക്കണം. നമ്മുടെ ഡൗട്ട് പോസ്റ്റ് ചെയ്തത് രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞ സാറായിരുന്നു. സാർ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. സാറിന് ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തതായി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയർഡ് സൂപ്പറിൻറ്റൻഡിംഗ് എഞ്ചിനീയർ ആയിട്ടുള്ള എഞ്ചിനീയർ രവീന്ദ്രനാഥ് TC സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ കേരള PWDയുടെ മുൻ ചീഫ് എഞ്ചിനീയറായ എഞ്ചിനീയർ പെണ്ണമ്മ മാഡത്തിന്റെ അതിഗംഭീരമായ ഒരു ടോക്ക് നമ്മൾ കഴിഞ്ഞ് നിൽക്കുകയാണ്. വാസ്തവത്തിൽ ഈ സെമിനാർ ആദ്യം വയ്ക്കുമ്പോൾ ഇത്രമാത്രം ബൃഹത്തായിട്ടുള്ള, ഇത്രമാത്രം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഓരോ റോഡ് വർക്കിന്റെ പിന്നിലും നമ്മൾ ചെയ്യേണ്ടിയിരുന്നു എന്ന് വാസ്തവത്തിൽ ഞാൻ പോലും ധരിച്ചിരുന്നില്ല. വളരെയധികം വർക്കുകൾ നമ്മൾ റോഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും റോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറ്
ആ റോഡിന്റെ ക്വാളിറ്റിയെ കുറിച്ച്, അത് ചെയ്ത് പണി നടക്കുന്ന ആ പണികളെ കുറിച്ച് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. നേരത്തെ മാഡം പറഞ്ഞ പോലെ ആ പണികളും അതിന്റെ പ്രോഗ്രസ്സും അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്തയിൽ. പക്ഷെ ഒരു വർക്ക് നടക്കുമ്പോൾ എന്തൊക്കെ ഹസാർഡ്സ് ഉണ്ടാകാം, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൽ വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരാൾക്ക് ഒരു കാല്, നേരത്തെ മാഡം പറഞ്ഞ എക്സാമ്പിൾ, ഒരു കാല് കുഴിയിൽ വീണു പോയാൽ തന്നെ കാലൊടിഞ്ഞ് അയാൾക്ക് കുറെ നാൾ ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ലോസ്, കുടുംബത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായിട്ട് അയാൾക്ക് ഉണ്ടാകാവുന്ന പ്രോബ്ലംസ്, ഇങ്ങനെ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഒട്ടനവധി ഇഷ്യൂസും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒട്ടനവധി ഇഷ്യൂസും സാധാരണ നേരിടാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഒരു മുൻകൂറായിട്ട് ഒരു നല്ല ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, ഒരു പ്ലാനിങ് തന്നെ നമുക്ക് വേണം. അത് എത്രമാത്രം ഗംഭീരമായിട്ട് ചെയ്യാമെന്ന് നമ്മുടെ IRC ക്ലാസിഫിക്കേഷൻസിലുണ്ട്. നമ്മൾ IRCയുടെ സ്പെസിഫിക്കേഷൻസ് വർക്കിന്റെ പാർട്ട് മാത്രം നോക്കുന്നതിന്റെ കൂടെ ഇനി മുതൽ ഈ വക സേഫ്റ്റി പ്രിക്കോഷൻസും കൂടെ നോക്കാൻ വാസ്തവത്തിൽ മാഡത്തിന്റെ ഈ ഒരു ക്ലാസ് നമ്മൾ ഉപകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഈ ക്ലാസ്. ഓരോ സിഗ്നലുകളും ഏതൊക്കെ ഭാഗത്ത് വെക്കണം, എത്രമാത്രം സിഗ്നൽസ് നമ്മൾ വെക്കണം, അതുപോലെ എന്തൊക്കെ എൻഫോഴ്സ്മെന്റ് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ പണി ചെയ്യുന്ന സമയത്തും സൈറ്റ് എഞ്ചിനീയറിന്റെ, സൈറ്റിന്റെ ചാർജുള്ളതായിട്ടുള്ള നമ്മുടെ എല്ലാ യങ് എഞ്ചിനീയേഴ്സും ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകട്ടെ. ഇത്രമാത്രം ലെങ്തി ഒരു പ്രൊസീജിയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ നമുക്ക് ഇതിനു വേണ്ടി രൂപവൽക്കരിച്ച് IRC ക്ലാസിഫിക്കേഷൻസിൽ അതിൽ എൻകോഡ് ചെയ്ത് വച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാം നല്ലൊരു ചൂണ്ടുപലകയാണ്. ഇത്ര നല്ലൊരു ക്ലാസ് നമുക്ക് എടുത്തു തന്ന് അത് ഈ മനോഹരമായ രീതിയിൽ, ഭയങ്കര ലെങ്തി ആയിട്ട്, ഭയങ്കര സിമ്പിളായിട്ട്, ഏറ്റവും രസകരമായ രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്ന ശ്രീമതി പെണ്ണമ്മ മാഡത്തിന് അനേകം നന്ദി നമ്മുടെ ഇവിടെ പോന്നിട്ടുള്ള എല്ലാ എഞ്ചിനീയേഴ്സിന്റെ പേരിലും പറയുന്നു. ഒപ്പം വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഈ ഒരു സബ്ജക്ട്, ഈയിടെ നമുക്കറിയാം ഒരു വർക്ക് സൈറ്റില് ആരുടെയോ അശ്രദ്ധ കൊണ്ട് അതിൽ വന്ന് വീണ് അപകടം സംഭവിക്കുകയും അതിനെ തുടർന്ന് നമ്മുടെ തന്നെ എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ആലോചിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ കാര്യം വന്നു എന്ന് പറയുന്നതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ എടുത്ത് ഈ ക്ലാസ്സിലുണ്ട്. ഇതിൽ പറയുന്നതായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിച്ചാൽ മാത്രം. അപ്പൊ ഈ അത്ര കാലിക പ്രസക്തമായിട്ടുള്ള ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാനായിട്ട് ഈ ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്ന ഈ ഒരു സമയം വിനിയോഗിച്ച സിവിലിയൻസിനും ഇതിന്റെ കൂടെ നിന്നുള്ള സ്വദേശി സയൻസ് മൂവ്മെന്റ്, അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള മുതലായിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇനി ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വിജ്ഞാൻ ഭാരതിയുടെ നാഷണൽ സെക്രട്ടറിയായ PA വിവേകാനന്ദ പൈ സാറിനെ സാദരം ക്ഷണിക്കുന്നു. നമസ്തേ. വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വർഷം ഏകദേശം 1,46,000 ജീവൻ, അതായത് ഒരു ദിവസം 400 ജീവൻ നഷ്ടപ്പെടുന്നു. അതിൽ എത്രയോ അധികം ആളുകൾ പല രീതിയിലും അംഗവിഹീനരായിട്ടും ഒക്കെ ഇതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു. അങ്ങനത്തെ ഇതിനെക്കുറിച്ച് ദേശീയ തലത്തിലും കേരളത്തിലും നിരവധി ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ വിഷയത്തിന്റെ ഒരു വശം വളരെ നല്ല രീതിയിൽ നമ്മുടെ ബഹുമാന്യായ പെണ്ണമ്മ മാഡം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എല്ലാ രീതിയിലും ആ ഒരു അവതരണത്തിന് രവീന്ദ്രനാഥ് സാറ് പറഞ്ഞ പോലെ വളരെയധികം സരളമായി എന്നാൽ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്ത പെണ്ണമ്മ മാഡത്തിന് ആശംസ അറിയിക്കുന്നു, നമ്മുടെ കൃതജ്ഞത അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു ഗതാഗത സംസ്കാരത്തിന്റെ ഒരു വലിയൊരു പ്രശ്നവും കൂടിയാണ്. പെണ്ണമ്മ മാഡം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ബാക്കി ഇപ്പോൾ ഈ പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പോലീസിങ്, അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും ഈ നേരത്തെ പെണ്ണമ്മ മാഡം പറഞ്ഞ 4 E, ആ എല്ലാ ആസ്പെക്ട്സും കൂടി ചേർന്നാലേ നമുക്ക് ഈ ഒരു അപകടാവസ്ഥയിൽ നിന്ന് മാറാൻ സാധിക്കുകയുള്ളൂ. ഇത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സമൂഹത്തിന്
ഒരിക്കലും യോജിച്ചതല്ല. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആള് എപ്പോ വേണമെങ്കിലും ഒരു അപകടത്തിൽ പെടാം. അങ്ങനെ അത്രയും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഇന്ന് ഭാരതത്തിലുള്ളത്, പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ളത്, ഹൈവേകളിലുള്ളത്. ഇതിൽ നിന്നുള്ളൊരു വ്യത്യാസം വരുത്താൻ ഇതുപോലത്തെ പരിപാടികൾ ഒരു ചെറിയ രീതിയിലെങ്കിലും സഹായിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആ ഗതാഗത സംസ്കാരം മാറ്റാനുള്ള ചെറിയ ചെറിയ പ്രവൃത്തികളിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആശംസ എല്ലാവർക്കും, ഈ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിൽ ആശംസകൾ നേർന്ന് സംസാരിക്കുവാനായി കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ ജനറൽ സെക്രട്ടറി കൂടായ എഞ്ചിനീയർ IV സുശീൽ സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ദ ഡിഗ്നിറ്ററീസ്. വളരെ കാലികമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്തത്. ലേറ്റസ്റ്റ് ടോക്ക് എഞ്ചിനീയറിംഗ് എന്ന വെബിനാർ സീരീസിൻ്റെ നമ്മുടെ എഞ്ചിനീയറിംഗ് രംഗത്തെ ഒരു വളരെ മികച്ച ഒരു പരിപാടിയായി ഇതിനകം പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 11ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നടന്നത്. ഏറ്റവും അധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇത്തവണ തിരഞ്ഞെടുത്തത്. റോഡ് നിർമ്മാണ സ്ഥലത്തെ ഗതാഗത നിയന്ത്രണങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളും എന്ന വിഷയം. അതിന് ഇവിടെ നമ്മുടെ സ്പീക്കറായി നമുക്ക് കിട്ടിയത് നമ്മുടെ റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ പ്രിയങ്കരിയായ പെണ്ണമ്മ മാഡം അവർകളാണ്. അവരുടെ പരിചയസമ്പത്ത് മുഴുവൻ പ്രകടമാക്കുന്ന രീതിയിലും വളരെ സരളമായും മാഡം ഇവിടെ ക്ലാസ് എടുത്തു. വളരെയധികം അവഗണിക്കപ്പെട്ടിരുന്നതും എന്നാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണ് വർക്ക് സൈറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് എന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി മാധ്യമങ്ങളും ഭരണാധികാരികളും ഇതിന് കോടതി തന്നെയും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് തന്നെ ഈ സമകാലിക പ്രസക്തിയുള്ള ഈ വിഷയം ചർച്ചക്കെടുത്തതിൽ ഇതിലെ സംഘാടകരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് പരിമിതികൾക്കകത്തു നിന്നുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയർമാർ, പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലെ എഞ്ചിനീയർമാർ ഇന്ന് ജോലി ചെയ്യുന്നത്. നിയമം അനുശാസിക്കുന്ന നിയന്ത്രണങ്ങൾ വർക്ക് സൈറ്റിൽ നടപ്പിൽ വരുത്തുന്നതിന് പ്രയോഗിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി മാഡം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുവഴി അവരുടെ എഞ്ചിനീയർമാരുടെ, പ്രൊഫഷണലുകളുടെ, വർക്കിംഗ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ ക്ലാസ് ഉപകരിച്ചിട്ടുണ്ടെന്ന് ഒരു വസ്തുതയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിയമം അനുശാസിക്കുന്ന നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തിയത് കൊണ്ട് മാത്രം അപകടം സുരക്ഷ ഉറപ്പുവരുത്താമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അത് വളരെ അച്ചടക്കത്തോടെയും ഉത്തരവാദിത്തബോധത്തോടെയും ജനങ്ങൾ പാലിക്കുന്നുണ്ടെന്നും കൂടി അവർ ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്ത ബോധം റോഡ് യൂസേഴ്സ്, അതുപോലെ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്നിവർ കൂടി കാണിച്ചാൽ മാത്രമേ ഈ നിയമം അനുശാസിക്കുന്ന നിയന്ത്രണങ്ങളുള്ള ഫലപ്രാപ്തി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു ഇതുകൂടി എല്ലാവരും കണക്കിലെടുക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ പല ചർച്ചകളിലും എഞ്ചിനീയർമാരും അല്ലെ ഉദ്യോഗസ്ഥന്മാരും മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മറ്റ് ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിയമലംഘനങ്ങളും ഉദാസീന അലംഭാവങ്ങളും ഇത്തരം ചർച്ചകളിൽ നിഴലിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമായ വസ്തുതയാണ്. അത് ഈ ക്ലാസ്സിൽ തന്നെ മാഡം പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും ഉള്ള പരിപാടികൾ കൂടി നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ കൂടി ഈ ദൗത്യം കൂടി അവർ ഏറ്റെടുത്തേണ്ട ഒരു കാലമാണ് സംജാതമായിരിക്കുന്നത്. എന്നിരുന്നാലും വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു ബേണിംഗ് ഇഷ്യൂ എന്ന് തന്നെ പറയാമെന്ന ഈ വിഷയം ചർച്ചക്കെടുത്ത ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരായ സിവിലിയൻസ് ആൻഡ് സ്വദേശി സയൻസ് മൂവ്മെന്റിനും ഈ വളരെ സരളമായ, വളരെ എഫിഷ്യൻ്റായ രീതിയിൽ ഈ വളരെ വിശദമായി ഈ ക്ലാസ് കൈകാര്യം ചെയ്ത എഞ്ചിനീയർ റിട്ടയർഡ് CE പെണ്ണമ്മ മാഡത്തിനും അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ പേരിൽ ആശംസകൾ അറിയിക്കുന്നു. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഇനിയും ഈ സീരീസിന്റെ ഭാഗമായി കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഫെലിസിറ്റേഷൻ അഡ്രസ്സിന് വേണ്ടി ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായ ഡോക്ടർ നിധി MB മാമിനെ
സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Good evening, one and all, and today's respected speaker of the day. It has indeed been a great revelation covering various aspects of traffic management, and especially the safety aspects that are required in the construction site. This is a very relevant topic as the Civilianz team along with ISD have brought in a wonderful evening with a lot of awareness and the safety measures that could be taken to have the safety improved. So it is already conveyed that 35% of the construction accidents is mainly due to the falls, especially from scaffolding and ladders and roofs, structures, etc. We also need equally important risk coverage mechanisms and inclusiveness while addressing these kind of accidents on the site. In intervening a country with a lot of constructions and activities, even in our state, we recently faced the loss of death of even the interstate laborers. It's a very relevant topic that we are discussing today, and I congratulate the Civilianz Ravithan team, especially to bring in such a forum along with ISD. So I'm representing ISD as the National Council member and the state representative from the Indian Society for Technical Education. And this is a very relevant topic, I would say. And some of the advanced technologies could also be incorporated into our construction sites so that it could bring in a lot of change in terms of enhancing safety, be it the advanced warning area, or be it be in the transaction area indication, or be it mean the activities, or be it mean the termination area indicator. We have modern technologies in construction 4 and industry 4 technologies that can be clubbed together for bringing in solutions. So let's say that the safety does not happen by accident, but we need to make sure that quality is definitely, again, not an accident, but it is always the result of an intelligent effort. And with this attempt, the Civilianz team is also trying to create awareness. And at this context, let's remember, accident brings tears, safety brings cheers, and all the best to all the organizers for organizing such an event. This is Dr. Nidhi signing off from this event. Thank you for the opportunity to be part of this event. താങ്ക് യു മാം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി സിവിലിയൻസിന്റെ ജനറൽ മാനേജറായ രവിത് CK സാറിനെ സാദരം ക്ഷണിക്കുന്നു. Good evening all. Let's Talk Engineering, a joint venture of Swadeshi Science Movement and Civilianz, in association with Association of Engineers Kerala, Indian Society for Technical Education, Kerala Self-Financing Engineering College Management Association, Energy Conservation Society and Center C. ഇപ്പോൾ കുറച്ച് വൈകിയ വേളയാണ്, എന്നിരുന്നാൽ പോലും എൻ്റെ കർത്തവ്യം എല്ലാവർക്കും ആശംസ അല്ലെങ്കിൽ കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ തവണയും നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ശ്രീദേവി മാഡം, ഫോർമർ ഡയറക്ടർ നാറ്റ്പാക്, അതോടൊപ്പം തന്നെ സിവിലിയൻസിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറും കൂടിയാണ് മാഡം. ആദ്യമേ മാഡത്തിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ടോക്ക് ടെമ്പററി ട്രാഫിക് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ക്ലാസ് ഹാൻഡിൽ ചെയ്ത പെണ്ണമ്മ മാഡം, എല്ലാവരുടെയും ഡൗട്ടും അതുപോലെയുള്ള
കുറേയേറെ കാര്യങ്ങൾ മാഡം നമ്മളോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാഡത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെയും അതുപോലെ സിവിലിയൻസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിച്ച മിസ്റ്റർ പി എ വിവേകാനന്ദ പൈ, നാഷണൽ സെക്രട്ടറി വിജ്ഞാൻ ഭാരതി, എഞ്ചിനീയർ ഐ വി സുശീൽ, ജനറൽ സെക്രട്ടറി അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരള, also Assistant Executive Engineer Irrigation Department of Kerala, Dr. Nidhi MB, National Executive Council, Indian Society for Technical Education. നമ്മളൊപ്പം ഇന്ന് ജോയിൻ ചെയ്യാമെന്ന് ഏറ്റിരുന്നു എങ്കിലും സാറിന് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ കാരണം എത്താൻ പറ്റാതിരുന്ന ഡോക്ടർ കെ സോമൻ സാർ, പ്രസിഡന്റ് എനർജി കൺസർവേഷൻ സൊസൈറ്റി. അതോടൊപ്പം എൻ്റെ ടീം മെമ്പേഴ്സ്, അതുപോലെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പേർക്കും എൻ്റെ പേരിലും അതുപോലെ സിവിലിയൻസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത മാസം ലെറ്റ്സ് ടോക്ക് എഞ്ചിനീയറിംഗ് വെബിനാർ സീരീസിലെ എപ്പിസോഡ് 12 അല്ലെങ്കിൽ എപ്പിസോഡ് 12 നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം. താങ്ക് യു ഓൾ.